വആയത്തുല്ലഹും അല്ലാഹ് മനുഷ്യർക്കുള്ള ദൃഷ്ടാന്തമാണ്. അന്നാ തീർച്ചയായും നാം ഹമൽനാ നാം വഹിച്ചു ദുരിയത്തുഹും മനുഷ്യ സന്തതികളെ ഫിൽ ഫുൽക്കിൽ ഒരു കപ്പലിൽ അൽ മഷ്ഹൂനി പലതിനാലും നിറക്കപ്പെട്ട അവർക്ക് ആവശ്യമായ പല വസ്തുക്കളാലും നിറക്കപ്പെട്ട ഒരു കപ്പലിൽ മനുഷ്യ സന്തതികളെ നാം ഒരിക്കൽ വഹിച്ചിട്ടുണ്ട് എന്നത് അവർക്ക് എന്നിലേക്ക് ചിന്തിക്കാനുള്ള വലിയ ഒരു ദൃഷ്ടാന്തമാണ് എന്ന്. എന്തൊക്കെയാണ് ആ ദൃഷ്ടാന്തം? ഒന്ന്, അള്ളാഹുവിന്റെ കഴിവ്. രണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത്. അള്ളാഹുവിന്റെ വലിയ കഴിവാണ് ഒരു വികസിച്ചു വന്ന മനുഷ്യ സമുദായത്തെ പിന്നെ ഒരു കപ്പലിലേക്ക് ഒതുക്കി ബാക്കിയുള്ളവരെ മുഴുവനും അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അതിൽ നിന്ന് വളർന്നു വന്നതാണ് ഈ കാണുന്ന ജനതകളെല്ലാം. അപ്പൊ അവര് എന്നെ കുറിച്ച് ചിന്തിക്കാൻ അത് ധാരാളം മതിയാവും. വഖലഖന നാം സൃഷ്ടിക്കുകയും ചെയ്തു ലഹും ആ മനുഷ്യർക്ക് മിമിസ്ലിഹി അത് പോലത്തതിൽ നിന്ന്, അതായത് അതുപോലെയുള്ള കപ്പലുകളെ വീണ്ടും നിർമ്മിച്ചു കൊടുത്തു. എന്താ മായർക്കബൂന അവർക്ക് യാത്ര ചെയ്യാവുന്ന അത്ര, അവർക്ക് വാഹനമാക്കാവുന്ന അത്ര വാഹനങ്ങളെ വീണ്ടും അള്ളാഹു ഉണ്ടാക്കി തന്നു. മനസ്സിലായില്ല? അതായത് അള്ളാഹു കപ്പലുണ്ടാക്കി തന്നു എന്ന് പറഞ്ഞാൽ കപ്പലിന് വേണ്ട ഉരുപ്പടികളെല്ലാം ആരുടേതാണ്? അള്ളാഹുവിനാണ്. അതിങ്ങനെ സംവിധാനിക്കണമെന്ന് തീരുമാനിച്ച് മനുഷ്യനെ ബോധപ്പെടുത്തി തരുന്നതും അള്ളാഹുവാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ മനുഷ്യർക്ക് ഉദ്ദേശിക്കാൻ സാധ്യമല്ല. അപ്പൊ ഏതൊരു ടെക്നോളജിയും കണ്ടുപിടുത്തവും ഏതൊരു കാര്യമാണെങ്കിൽ അതിന്റെ പിന്നിൽ ആരുദ്ദേശിക്കണം? അള്ളാഹു ഉദ്ദേശിക്കണം. അല്ലാതെ ഒരാൾക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. ഒരു ശാസ്ത്രകാരൻ ഒരു അത്ഭുതകരമായ കാര്യത്തെ കണ്ടുപിടിച്ചു. പക്ഷെ അത് ആദ്യം ആരറിയിക്കണം? അള്ളാഹു അറിയിക്കണം. വമാ തശാഊന നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ ആദ്യം അള്ളാഹു ഉദ്ദേശിച്ചാലേ നിങ്ങൾ ഉദ്ദേശിക്കാൻ കഴിയുള്ളൂ, ഇല്ല കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ രൂപത്തിൽ ഇന്നാലിന്ന വസ്തുക്കളെ സംവിധാനിക്കണമെന്ന കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്തു. അപ്പോൾ അവരതുണ്ടാക്കി. റൈറ്റ് പ്രദേശത്ത് വിമാനം ഉണ്ടാക്കി. അത് ആര് അറിയിച്ചു കൊടുത്തു? അള്ളാഹു. ഓരോരുത്തർക്ക് അതിൽ അള്ളാഹു റഹ്മാനല്ലേ? റഹ്മാനായ അള്ളാഹു തആല ഇന്ന ജാതിക്ക് മതത്തിന് എന്നൊന്നുമില്ല, ആർക്കും അറിയിച്ചു കൊടുക്കും. റഹ്മാനായ അള്ളാഹു അവർക്ക് അവർ ഭൗതികമായ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി മുന്നിട്ടപ്പോൾ അവർക്കാണ് ആ സൗകര്യം ഉണ്ടായത്. കാരണം ലാ യുളിയു അമല അമലിൻ, ഒരു കർമ്മം ചെയ്തവന്റെ കർമ്മം അള്ളാഹു പാഴാക്കി കളയില്ല. അത് അവർ അധ്വാനം വേണ്ടി അധ്വാനിച്ചപ്പോൾ അവർക്ക് അറിയിച്ചു കൊടുത്തു. നമ്മളാണ് ഉദ്ദേശിച്ച് നമുക്ക് അറിയിച്ചു തരും. എന്തുകൊണ്ടാണ് ആ മതവിഭാഗങ്ങൾക്കെല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്തത്? അള്ളാഹു നീതിമാനാണ്, എടുത്ത പണി പാഴാക്കി കളയൂല. ദുനിയാവിന് പണിയെടുക്കുന്നവൻ ദുനിയാവ് കൊടുക്കുമല്ലോ. ദുനിയാവ് പണിയെടുക്കുന്നവൻ ദുനിയാവ് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പടിഞ്ഞാറുകാരായ അമുസ്ലിമീങ്ങളായ ആളുകൾക്കാണ് ഈ കപ്പലുകളൊക്കെ ഇത്രയേറെ വികസിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. കാരണം അതിന്റെ പിന്നിൽ പണിയെടുത്തത് അവരാണ്. അള്ളാഹു റഹ്മാനുമാണ്, നീതിമാനുമാണ്. നീതിമാനാണ്, റഹ്മാനുമാണ്. റഹ്മാനാകുമ്പോൾ വഴിപ്പെട്ടവർ വഴിപ്പെടാത്തവർ എന്ന് കണക്കില്ല. നീതിമാൻ എന്നാൽ എന്താ? എടുത്ത പണിക്കാർക്കും കൊടുക്കും. അവർ ദുനിയാവിന് പണിയെടുത്തു, അവർക്ക് ദുനിയാവിന്റെ സൗകര്യങ്ങൾ തുറന്നു കൊടുത്തു. നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധരായി, നമുക്ക് തുറന്നില്ല. അപ്പോൾ വഖലഖന നാം സൃഷ്ടിച്ചു ലഹും മനുഷ്യർക്ക് മിമിസ്ലിഹി ഇതുപോലെയുള്ള കപ്പലുകളാൽ മായർക്കബൂന അവർക്ക് വാഹനമാക്കാവുന്ന അത്ര. ഖാലിഖ് അല്ലാഹു തന്നെ, മനുഷ്യൻ ജാമ്യാണ്, ഖാലിഖല്ല ജാമ്യാണ്. മനസ്സിലായില്ല? മനുഷ്യനെ പറ്റി സ്രഷ്ടാവ് എന്ന മനുഷ്യനെ പറ്റി പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? സ്രഷ്ടാവ് എന്ന് മനുഷ്യനെ പറ്റി പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതിന്റെ പിന്നിലുള്ള അടിസ്ഥാന ചിന്ത അവന്റേതല്ല. ചിന്ത ആര് തരണം? അള്ളാഹു. മനുഷ്യൻ ജാമ്യാണ്, അതും അള്ളാഹിന്റെ തൗഫീഖിനാൽ ജാമ്യ. അള്ളാഹു തആലയുടെ ഉരുപ്പടികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഉരുപ്പടികളെ അള്ളാഹു തന്ന ബുദ്ധിയുടെ തൗഫീഖ് കൊണ്ട് ഒരുമിച്ച് കൂട്ടിയവൻ മാത്രമാണ് മനുഷ്യൻ. മനുഷ്യൻ വല്ലതും ഉണ്ടാക്കണുണ്ടോ? ഇല്ല.
ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അർത്ഥം പറയാം. അവൻ അല്ലാഹുവാണ്, അൽ ഖാലിഖു അവനാണ് സൃഷ്ടാവ്, അൽ ബാരിഉ അവനാണ് തുടക്കം മുതലേ നിർമ്മിച്ചുണ്ടാക്കുന്നവൻ, അൽ മുസവ്വിറു അവനാണ് ഏതൊന്നിനോടും യോജിച്ച രൂപം നൽകുന്നവനും. മൂന്ന് വാക്ക് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അതുകൊണ്ട് സുന്ദര നാമങ്ങളുടെ അർഹൻ അവൻ മാത്രമാണ്. യുസബ്ബിഹു ലഹു അവനെ മാത്രമേ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. മാഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളവയെല്ലാം വൽ അർളി ഭൂമിയിലുള്ളവയെല്ലാം. വഹുവൽ അസീസ് അവൻ ഒരാളെ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ടതില്ലാത്ത യോഗ്യനാണ്. അൽ ഹക്കീം അവൻ അഗാധ വിജ്ഞാനമുള്ളവനാണ്. അല്ലാഹു ഓട് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. വല്ലാഹ് അവൻ അല്ലാഹുവാണ്. അൽ ഖാലിഖു അവനാണ് സ്രഷ്ടാവ്. അൽ ബാരിഉ അവനാണ് തുടക്കം മുതലേ നിർമ്മിച്ചുണ്ടാക്കുന്നവൻ. അതായത് സൂക്ഷ്മമായ കണികകൾ പോലും നിർമ്മിച്ചത് അവനാണ്. നമ്മളോ നിർമ്മിച്ചവനല്ല. അള്ള തന്നെ തോഫീ കൊണ്ട് കൂട്ടിയോ മാത്രമാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? അള്ളാഹു തന്ന തോഫീ കൊണ്ട് ആ പരുവത്തിലാക്കിയവനാണ്. അവൻ ഈ പരുവം കോലം കാണിച്ചെന്നതും ആരെന്നെയാണ്? അള്ളാഹുവാണ്. അപ്പൊ ഈ ഓരോ സാധനങ്ങൾ നമ്മളെ ഖാലിഖ് എന്നും ബാരി എന്നും പറയാൻ പറ്റില്ല, ജാമിഅ എന്ന് പറയാം. ഖാലിഖുമല്ല ബാരിഉ അല്ല. ഖാലിഖ് സൃഷ്ടിച്ചവൻ, ബാരി തുടക്കം മുതലേ നിർമ്മിച്ചുണ്ടാക്കിയവൻ, അൽ മുസവ്വിർ യോജിച്ച രൂപം നൽകിയവൻ. മനസ്സിലായില്ലേ? സൃഷ്ടിച്ചവനാണ്. എന്തായിരുന്നു അങ്ങനെ സൃഷ്ടിച്ചവനാണ്, തുടക്കം മുതലേ നിർമ്മിച്ചുണ്ടാക്കിയവനുമാണ്, യോജിച്ച രൂപം നൽകിയവനുമാണ്. ഓരോന്നും യോജിച്ച രൂപം. വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. വല്ലാഹു അവൻ അല്ലാഹു ആകുന്നു. ഈ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നവൻ എന്നർത്ഥം. ഈ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നവൻ ആരാ? അല്ലാഹുവാണ്. തുടക്കം മുതൽ ഒറ്റയടിക്കാൻ അർത്ഥം വെച്ചുതരാം. ഇന്നലെ ഞാൻ ഫറൂഖിൽ അർത്ഥം വെച്ചു കൊടുത്തിരുന്നു. ഒറ്റയടിക്ക് വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. والله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. നൗഷാദോടാ എന്റെ മൊബൈൽ
ഓരോരോ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى وهو العزيز الحكيم ഓടി ചർത്തം പറ അവൻ ഈ വേദഗ്രന്ഥം ഇറക്കി തന്നവൻ അവൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. ആലിമുൽ ഗൈബി അവൻ അദൃശ്യത്തിന്റെ ആലിമാണ്. വശഹാദ ദൃശ്യത്തിന്റെയും മറഞ്ഞതും ദൃശ്യമായതും അറിയുന്നവൻ അവൻ ഒരാൾ മാത്രമാണ്. റഹ്മാനു അവൻ ഈ ലോകത്തെ എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ്. അർറഹീം പരലോകത്തെ അർഹർക്കും കരുണ ചെയ്യുന്നവനാണ്. അവൻ ഈ വേദഗ്രന്ഥം ഇറക്കിയവൻ. പിന്നെയും പറയട്ടെ അവൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാത്തൊരു ഇലാഹും ഇല്ല. അൽ മലിക് അവൻ ഏറ്റവും വലിയ രാജാവാണ്. പിന്നെ അൽ ഖുദ്ദൂസ് അവൻ ഏറ്റവും പരിശുദ്ധനാണ്. അസ്സലാം അവൻ എല്ലാ ന്യൂനതയിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. ഒരു ന്യൂനതയും അവനില്ല. അൽ മുഅ്മിൻ അവൻ ആർക്കും അഭയം നൽകുന്നവനാണ്. അൽ മുഹൈമിൻ അവൻ എന്തിനും മേൽനോട്ടം വഹിക്കുന്നവനാണ്. എന്തൊരാളുണ്ടാക്കുകയാണെങ്കിലും മേൽനോട്ടന്മാരുടേത് അള്ള വിചാരിച്ച മാതിരിയാവുള്ളൂ. അവൻ മുഅ്മിനാണ്. മുഅ്മിൻ എല്ലാവർക്കും അഭയം കൊടുക്കുന്നവൻ. അൽ മുഹൈമിൻ എന്തിനും മേൽനോട്ടം വഹിക്കുന്നവൻ. അൽ അസീസ് ഒരാളിൽ നിന്ന് കടം വാങ്ങേണ്ടതില്ലാത്ത പ്രതാപി. ഒരാളെ കടം വാങ്ങേണ്ടതില്ല. അൽ ജബ്ബാർ ഏറ്റവും വലിയ പരമാധികാരി. അൽ മുത്തക്കബ്ബിർ അഹങ്കാരമുള്ളവൻ. വലിയവനാണെന്ന് വരുത്തുന്നവൻ. വലിയവനാണെന്ന് വരുത്തും. ആരെങ്കിലും വലിയവനായാൽ വിടൂല. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ അവരെ ശിർക്ക് വെക്കുന്ന എല്ലാ വസ്തുക്കളെ തൊട്ടും അവൻ പരിശുദ്ധനാണ്. അവൻ ഈ വേദഗ്രന്ഥം ഇറക്കി തന്നവൻ അല്ലാഹുവാണ്. അൽ ഖാലിഖു അവനാണ് സൃഷ്ടിക്കുന്നവൻ. അൽ ബാരിഉ അവനാണ് തുടക്കം മുതലേ നിർമ്മിച്ചുണ്ടാക്കിയവൻ. അൽ മുസബ്ബിറു അവനാണ് യോജിച്ച രൂപം നൽകിയവൻ. ലഹു അവന് മാത്രമാണുള്ളത് അൽ അസ്മാഉൽ ഹുസ്ന സുന്ദരനാമങ്ങൾ. യുസബ്ബിഹു ലഹു അവനെ മാത്രം വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. മാ ഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളവയെല്ലാം വൽ അർളി ഭൂമിയിലുള്ളവയെല്ലാം. വഹുവൽ അസീസ് അവൻ വീണ്ടും പറയട്ടെ ഏറ്റവും വലിയ പ്രതാപിയാണ്. അൽ ഹകീം അഗാധജ്ഞാനിയാണ്. അവനാണ് അല്ലാഹു. അവൻ ജല്ല ജലാലായ പടച്ചവനാണ്. അവനെ പറ്റി പഠിക്കലാണ് പഠിപ്പ്. അവനെ പറ്റി പഠിച്ചവനെ ആരിഫ് എന്ന് പറയും. ആലിം ആർക്കും ആകാം. ആരിഫ് മുഅ്മിനേ ആകാൻ കഴിയുള്ളൂ. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ആലിം ഏത് ഹമുക്കിനും ആകാം. ആലിം ഏത് തമ്മാടിക്കും ആരാകാം. പറയടാ പോട്ടന്മാരെ പോലെ വന്നത് ഇരിക്കാതെ ഏത് ഹമുക്കിനും ആരാകാം. ആലിമാകാം. ആലിമും അമുക്കും ഒപ്പാകാം. ഉണ്ടല്ലോ, രണ്ടുമാണ്. ആലിമാണ് അമുക്കുമാണ്. അപ്പൊ മസലഹൂക്കമസലിൽ കെൽബ്. ഞാൻ ഇപ്പോഴുള്ള ആരെയും പറ്റി എങ്ങനെയായിരിക്കും പറയുന്നത്. അങ്ങനെ നോക്കി ഓരോരുത്തരെ കാരണം എന്താ എത്രയാണ് ഇപ്പോഴുള്ളവരെ പറ്റി പറയേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാവുന്നത്. ഖുർആനിലുണ്ട്. ഖുർആനിൽ ഒരു കാലത്ത് ഇങ്ങനെ ഉണ്ടെന്നിട്ട് ഇപ്പം ഇല്ലാന്നല്ല, അതിനെ പെമ്പാടുണ്ടെന്നാണ് അതിനെ പറയുന്നത്. അന്ന് ഒന്നായിരുന്നു, പെമ്പാടുണ്ട്. പിന്നെ മനസ്സിലായില്ലേ? നിങ്ങൾ ആലിം ആർക്കും ആകാം. ആലിം ഏത് ഹമുക്കിനും ആരാകാം. ആലിമാകാം. ആലിമാണ് ഇൽമുള്ളെന്നാണ്. ഇൽമ നാഫി ആയിക്കൊള്ളുന്നില്ല. നാഫി ആയാൽ അപ്പോഴേ അത് പറയാനും പറ്റൂല. അത് ആർക്ക് നാഫിയായി ആർക്ക് നാഫിയായില്ല, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആരിഫ് അങ്ങനെയല്ല. ആരിഫ് മുഅ്മിനേ ആകാൻ പറ്റുള്ളൂ. ആരിഫ് എന്ന അള്ളാഹുവിനെ കുറിച്ച് റൂഹ് അറിഞ്ഞവൻ. അള്ളാഹിനെ പറ്റി റൂഹ് അറിയണം, അപ്പോഴാണ് ആരിഫാകുക. അപ്പോൾ അവൻ അകക്കണ്ണ് തുറന്നു കിട്ടും. അവൻ അകക്കണ്ണ് തുറക്കും. ഇവിടെയൊക്കെ പറഞ്ഞത് അള്ളാഹിനെ പറ്റി പഠിപ്പിക്കുക. അള്ളാഹിനെ പറ്റി പഠിച്ചാൽ ആരായി? ആരിഫായി. യാസിങ്ങനെ
ഏതൊരു അള്ളാന്റെ ആരിഫ്യങ്ങളും സൂറത്ത് യാസീൻ യാസീൻ അടിക്കടി ഓടുക എന്ന ആരിഫ്യങ്ങളെ പതിവാണ്. ആരിഫ്യങ്ങൾ കൽബ് തുറന്ന് കിട്ടിയവരാണ്. ആരിഫ്യങ്ങൾ എന്നാൽ റൂഹിന് അഴിമുള്ളവരാണ്. മുഅ്മിനല്ലാത്ത ഒരാൾ ആരിഫാവുകയില്ല. ആരിഫ് എന്ന് പറഞ്ഞാൽ ആരാ? ലൗ ദഅൽ ആരിഫു ലസാലത്തിൽ ജിബാലു. ആരിഫ് ദുആ ചെയ്താൽ പർവ്വതങ്ങൾ പോലും മാറിക്കൊടുക്കും. മുത്തറസൂൽ പറഞ്ഞിട്ടുണ്ട്, ഹബീബ നബി പറഞ്ഞിട്ടുണ്ട്, ലൗ ദഅൽ ആരിഫു ലസാലത്തിൽ ജിബാൽ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദഅൽ ആരിഫു ലസാലത്തിൽ ജിബാലു. ആരിഫ് ദുആ ചെയ്താൽ പർവ്വതങ്ങൾ പോലും മാറിക്കൊടുക്കും. പർവ്വതം മാറും. ആരിഫ് എന്ന വിവരമുള്ളവൻ, ആലിമും വിവരമുള്ളവൻ. ആലിമി എന്നാൽ പുറം വിവരമുള്ളവൻ. ആരിഫ് എന്നാൽ ആലിം എന്നാൽ പുറം വിവരമുള്ളവൻ. ആരിഫ് എന്നാൽ റൂഹിന് വിവരമുള്ളവൻ. മുഖദ്ദസായ റൂഹിന് വിവരം കിട്ടണം, പരിശുദ്ധമായ റൂഹായി തീരണം. എന്നിട്ട് അതിനുള്ളിലേക്ക് വിവരം കയറണം. അപ്പോഴാണ് ആരാവുക? ആരിഫാകുക. അവന് പേക്കനല്ല. എങ്ങനെയാണ് കിട്ടുക? അവൻ അള്ളാഹിനെ പറ്റി പഠിക്കണം. അതിലവന് ലദ്ദത്ത് വരണം, രസം വരണം. അവൻ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ രസം കൂടുന്നു. അള്ളാഹിനെ പറ്റി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു അള്ളാഹുൽ ലയിച്ചു. അവന്റെ റൂഹിനെ ശുഗലാക്കുന്ന തൊട്ട് റൂഹിനെ ശുഗലാക്കുന്ന ഏതൊരു കാര്യത്തെ തൊട്ടും അവൻ പരിശുദ്ധനായിരിക്കും. അതിലൊന്നും ഏർപ്പെടില്ല. അപ്പോഴാരിഫാവുക. എന്ത്? അവൻ പരിശുദ്ധനാവണം. അമ്മാ യുശ്ഗിലു സിർറഹു. സിർ റൂഹ്. സിർ എന്ന് പറയും രഹസ്യം. ഒരു സൃഷ്ടിയുടെ രഹസ്യമാണ് ആ സൃഷ്ടിയുടെ റൂഹ്. റൂഹിന് സിർ എന്ന് പറയും. നമ്മുടെ സിർ നമ്മളെ റൂഹാണ്. സിർ രഹസ്യം, റൂഹും രഹസ്യം. പോയി. റൂഹ് പോകുവാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ആളാണ് ആര്? റൂഹ്. രീഹ് കാറ്റ്. കാറ്റൊരു സ്ഥലത്ത് നിൽക്കില്ല, പോയിക്കൊണ്ടേയിരിക്കും. എപ്പോഴും പോണതായതുകൊണ്ടാണ് കാറ്റിനെ രീഹിന് പേരിട്ടത്. എപ്പോഴും പോകാൻ കാത്തിക്കുന്നത് കൊണ്ടാണ് റൂഹിന് പേരിട്ടത്. റാഹ പോയി. റൂഹ് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ആൾ. രീഹ് കാറ്റ്. ഒക്കെ ഒറ്റപ്പത. അങ്ങനെ പോകാൻ ഒരുങ്ങിക്കായിരിക്കും. അപ്പൊ അയാൾക്ക് എന്ത് കിട്ടണം? അതിന്റെ വാതിൽ തുറന്നിട്ടുണ്ട്. റൂഹിന്റെ വാതിൽ തുറന്നിട്ടുണ്ട്. റൂഹിൽ കെതുറാത്ത് നിറയും. വൃത്തിയോട് വന്നിട്ട് റൂഹിലാണ് നിറയും. അപ്പൊ റൂഹിന് കണ്ണടിയാൻ കഴിയില്ല. റൂഹിന്റെ സകാലത്താണ് ഈമാൻ. റൂഹിന്റെ തെളിയലാണ് ഈമാൻ. റൂഹ് തെളിഞ്ഞ മുഅ്മിനാവും. റൂഹ് തെളിഞ്ഞ മുഅ്മിനാവും. ളുൽമ് അക്രമം മറ്റു ദുനൂബ് അതെല്ലാം റൂഹിനെ നശിപ്പിച്ചളയും. റൂഹൻ തെളിയണം, റൂഹ് ശുദ്ധാകണം. അപ്പൊ റൂഹ് മുഖദ്ദസാവും, പരിശുദ്ധാവും. അപ്പൊ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റിനെ സ്വീകരിക്കാൻ കഴിയും. അതാണ് എന്ത്? നൂറാണ്. റൂഹും നൂറാണ്, റൂഹും നൂറാണ്, ഈമാനും നൂറാണ്, അള്ളയും നൂറാണ്, മലക്കും നൂറാണ്, മുഹമ്മദ് നൂറാണ്, ഒക്കെ നൂറാണ്. അങ്ങനെ റൂഹും നൂറാണ്, ഈമാനും നൂറാണ്, അള്ളയും നൂറാണ്, ഇൽമും നൂറാണ്, മുഹമ്മദ് നൂറാണ്, ഒക്കെ നൂറാണ്. അള്ളാഹു നൂറ്. അള്ളാന്റെ സൃഷ്ടിയായ മുഹമ്മദ് നബി നൂറ്. അള്ളാന്റെ ഇൽമ നൂറ്, മലക്ക് നൂറ്, ഈമാൻ നൂറ്, റൂഹും നൂറ്. ഇതൊക്കെ നൂറാണ്. മനസ്സിലായില്ലേ? റൂഹ് നൂറാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ തുറാബല്ല. മണ്ണ് എന്ന് പറഞ്ഞ സാധനം എന്ത് മാത്രമാണ്? ശരീരമാണ്. റൂഹല്ല. റൂഹ് നൂറാണ്. അതൊരു ലൈറ്റാണ്. അത് ഉള്ളിൽ കിട്ടലാണ്. ജീവചൈതന്യം എന്ന് പറയും ഹിന്ദുക്കള്. അത് പ്രകാശമാണ്. ഖൽബിന്റെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവിന്റെ കിട്ടുന്ന നൂറാണ് എന്ത്? റൂഹ്. അതിന് മനുഷ്യൻ തെറ്റുകൊണ്ട് പൊതിയും. അപ്പോൾ പിന്നെ അതിന്റെ സക്കാലത്ത് നഷ്ടപ്പെടും. പിന്നെ അതിനൊന്നും കാണാൻ കഴിയില്ല. അതിനെ വെണ്മയിൽ നിലനിർത്തണം. അപ്പോൾ അതിന് സാറ്റലൈറ്റ് ആയിട്ട് ബന്ധമുണ്ടാവും. ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അവിടുത്തെ വിവരം ഇവിടെ പറയും.
അങ്ങനെയാണ്. നല്ല വാസന ഉണ്ടാവും, റൂഹിന് നല്ല വാസന ഉണ്ടാവും. റൂഹിന്റെ വാസനക്കനുസരിച്ച് ശരീരത്തിന് വാസന ഉണ്ടാവും. ഒരു മനുഷ്യന്റെ റൂഹ് പുറപ്പെട്ടാല് ഒരു സാലിഹായ മനുഷ്യന്റെ റൂഹിനെ മലക്ക് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആകാശഭൂമിന്റെ ഇടയിൽ മൊത്തം സുഗന്ധം വ്യാപിക്കും. അപ്പോൾ ദുനിയാവിൽ എവിടെയുള്ള ഒരു മലക്കും വിളിച്ചു പറയും, ലോ ഉത്തിയബി, നിന്റെ അടുത്തൂടെ ആ റൂഹിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മനസ്സിലായില്ല? എന്തേ പറഞ്ഞേ കുട്ടിയെ പറ, എന്തേ പറഞ്ഞേ? റൂഹിനെ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ റൂഹിന് വാസന ഉണ്ടാവും. എന്ത് വാസന? കസ്തൂരിയേക്കാൾ നല്ല വാസന. റൂഹിനെ മലക്കുകളാ മയ്യത്തോണ്ട് പോവാ. റൂഹാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പട്ടുവസ്ത്രം കൊണ്ടുവരും. വഹനൂത്തിമ്മിനൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരും. ആദ്യം മലക്കുൽ മൗത്ത് വരൂലാണ് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഒരു സാലിഹായ മനുഷ്യന്റെ റൂഹാണെങ്കിൽ ആദ്യം അവിടെ സുല്ലത്തും മിൻ മലായികത്തിർ റഹ്മ ബികഫനിൻ മിനൽ ജന്ന വഹനൂത്തിൻ മിനൽ ജന്ന. ഒരു സാലിഹായ മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ആദ്യം മലക്കുൽ മൗത്ത് വരികയില്ല. ആദ്യം വരിക റഹ്മത്തുൻ മലായികത്തുർ റഹ്മ. മലായികത്തുർ റഹ്മ വന്നിട്ടാണ് പൊടിയും. മായമുദ്ദു ബസറുവാന്റെ കണ്ണ് കാണുന്ന അത്ര ദൂരം മലായികത്തുർ റഹ്മ വന്നിട്ട് ലാബിസീനൽ ബയാള, നല്ല വെളുത്ത വസ്ത്രം ധരിച്ച് വന്നിട്ട് വരം കിട്ടിയിരിക്കും. ബി കഫനി മിനൽ ജന്ന, സ്വർഗത്തിന്റെ കഫൻ കൊണ്ടുവരും. വഹനൂത്തി മിനൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവരും. ഇവര് വന്നിട്ട് നിറയും. ഫയൽത്തിഹി ആഖിറുഹും മലക്കുൽ മൗത്തി, അവസാനം വരുന്ന ആരായിരിക്കും? മലക്കുൽ മൗത്ത്. ഇതിങ്ങനെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇയാൾക്ക് മനസ്സിലാവും എന്ത് പോകാനായി. അതുകൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പ് ചില ആളുകൾ പറയും, എനിക്ക് പോകാനായി. ഈ ഒരു മലായികത്ത് റഹ്മത്ത് 3 ദിവസം മുമ്പേ വന്ന് അറിയുന്നവരുണ്ടാവും. എല്ലാവരും അവരെ കാണും. അയാൾ പറയും, ഇവിടെ വെളുത്ത വസ്ത്രം ധരിച്ച ആളുകൾ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ ആളുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ റൂമിൽ വെള്ള വസ്ത്രക്കാരുണ്ടല്ലോ എന്നിങ്ങനെ ആര് പറയും? ആരോട്ട് കാണൂല്ല, ആരും കാണൂല, ഇയാള് കാണും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ അങ്ങനത്തെ ആളുകളെ കേട്ടിട്ടില്ലേ? മരിക്കുന്നതിന് മുമ്പ് അവര് പറയാ, ഈ റൂമിൽ നിറച്ച് ആള് വന്ന് വെള്ള വസ്ത്രം ധരിച്ചു എന്ന് നിറഞ്ഞിട്ടുണ്ട്. അത് പറയാണ്. അതുകൊണ്ട് 2-3 ദിവസം മുതലേ ഇവർ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അയാളെ കാട്ടി ഭയങ്കര വാസനയുണ്ടാവും. അതുകൊണ്ടല്ലേ മരിക്കാൻ 18 ദിവസം മുമ്പാണ് ഇബ്നു നവാത്തത്തിൽ മിസ്ർ റളിയല്ലാഹു അൻഹുവിന് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാൻ തുടങ്ങിയെന്ന. 18 ദിവസം ഭക്ഷണം തന്നെ കഴിച്ചില്ല. ഇബ്നു നവാത്തത്തിൽ മിസ്ർ റളിയല്ലാഹു അൻഹു നബാത്യ ഖുത്ബ ഉണ്ടാക്കിയ മഹാനെ പിന്നെ 18 ദിവസം ഭക്ഷണം കഴിച്ചില്ല. കാരണം എന്തുകൊണ്ട്? അവർക്ക് പിന്നെ ഈ ദുന്യാവ് വൃത്തികേടായി തോന്നും. ഇവിടുത്തെ വസ്ത്രം വെള്ളമൊക്കെ ഇവർക്ക് മോശമായി തോന്നും. അവർ കഴിക്കാനല്ല, ഒരേ കഴിക്കൂല. മറ്റേ സുഗന്ധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ദുർഗന്ധമായിട്ട് അവർക്ക് തോന്നും. സ്വപ്നത്തിൽ റസൂല വന്നിട്ട് വായിലേക്ക് തുപ്പിക്കൊടുത്ത് പിന്നെ മലക്കുകൾ വന്നെന്നറിഞ്ഞ് 18 ദിവസം ഭക്ഷണേ കഴിച്ചില്ല. ആ മനുഷ്യന്റെ പാർശ്വഭാഗങ്ങളിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. 18 ദിവസം. 18ാമത്തെ ദിവസം മരിച്ചു. ആ മനുഷ്യന്റെ ഭക്ഷണവും വെള്ളവും അള്ളാന്റെ ഹബീബ് സ്വപ്നത്തിൽ വന്ന് തുപ്പിയതായിരുന്നു. അവസാനം പിന്നെ ഭക്ഷണിച്ചില്ല. എന്നിടുന്ന അറിയാ മൽക്കള് സ്വർഗത്തിന്റെ കഫനും കൊണ്ടുവരും. വഹനൂത്തിമ്മിനൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരും. ഇവരിങ്ങനെ വന്ന് നിറയും. മലക്കുൽ മൗത്ത്, അവസാനം വരുന്നാൽ മലക്കുൽ മൗത്തായിരിക്കും. അവരിങ്ങനെ ആശ്വാസം പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു ആ ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ.
അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. പിന്നെ മലക്കുൽ മൗത്ത് വന്നിട്ട് ഈ റൂഹിനെ എടുക്കുക ചെയ്യാം. പെട്ടെന്ന് റൂഹിനെ എടുത്തു. വെള്ളത്തിന്ന് മുടി പുറത്തെടുക്കും പോലെയാണ് ഇത്തരം മനുഷ്യന്മാരെ റൂഹിനെ ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കുക. വെള്ളത്തിൽ നിന്ന് ഒരു മുടി എടുക്കുകയാണെങ്കിൽ വെള്ളത്തിന് വേദനിക്കോ? അങ്ങനെയാണ്. വെള്ളത്തിൽ നിന്ന് ഒരു മുടിയെ പുറത്തെടുക്കും പോലെ അങ്ങനെ എടുക്കും. അതിനൊരു വേദന ഉണ്ടാവില്ലല്ലോ, എളുപ്പം പോരില്ലേ. അങ്ങനെയാണ്. അതിൻ്റെ അങ്ങനെ ആവും ചെയ്യും. കാരണം എന്താണെന്ന് പറയുക, ഈ എന്തുകൊണ്ടാണെന്നാല് പിന്നെ ഉദാഹരണം പറയാം, എന്താണ് പറയാം, നമ്മൾ ഈ പൂള പറിക്കാൻ ചെന്നാൽ നമുക്ക് വലിയ രണ്ട് പാടുണ്ടായില്ലേ. പൂള പറിക്കാൻ പോയാൽ നല്ല കിഴങ്ങുള്ള പൂളാണെങ്കിൽ പറിക്കാൻ എളുപ്പമുണ്ടാവും. വേറെ ചെറിയൊരു തുടം വെച്ചിട്ടുണ്ട്, കാര്യമായി കഴിയുമ്പോൾ കിഴങ്ങില്ലെങ്കിൽ പറഞ്ഞു പോകുന്നത് പിന്നെ കളക്കേണ്ടി വരും. എന്തുകൊണ്ട്? കാരണമുണ്ട്. നല്ല ഞാൻ പോയിന്റ് പറഞ്ഞത്. കാരണം എന്താ വെച്ചെങ്കിൽ ഇതിന്റെ വേരിന്റെ മേലെ ആര് പൊതിഞ്ഞ്, മണ്ണ് പൊതിഞ്ഞ്, പിന്നെ അതിന് ഇളക്കം ഉണ്ടായിട്ടില്ല. ആർക്ക്? ഈ വേരിന്. അത് വേരാണല്ലോ കിഴങ്ങ്. നേരെ മറിച്ചോ നല്ല വളർച്ചയുള്ള പൂള എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും അത് ചലിക്കുന്നുണ്ട്. അപ്പൊ മണ്ണുമ്മൽ അതിന് വലിയ പിടുത്തൊന്നുമില്ല. മണ്ണിന് ഇതുമൽ പിടുത്തല്ല, ഇതിന് മണ്ണുമലും പിടുത്തല്ല, പെട്ടെന്ന് പുറത്തിയാടും. റൂഹ് നല്ല റൂഹാണ് എങ്കിൽ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണുമ്മൽ അതിന് വലിയ പിടുത്തുണ്ടാവില്ല, മണ്ണിന് അയിമൽ പിടുത്തുണ്ടാവില്ല. അത് ഇവിടെ നിന്നിട്ട് അള്ളാഹുവിന്റെ ജനാബിലേക്ക് ഉയർന്നിട്ടുണ്ടാവും. ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ ജനാബിലേക്ക് ഉയർന്ന അതിന് ഈ മണ്ണുമായി അതിന് എന്തില്ല, പിടുത്തല്ല. അതുകൊണ്ട് എപ്പോഴും എത്രയും പെട്ടെന്ന് ഇഖ്റാജ് ചെയ്യാം. മണ്ണതിനെ വല്ലാതെ മൂടിയിട്ടില്ല, മണ്ണുമായി അതിന് വല്ലാത്ത താല്ലുക്കില്ല. നല്ല പൂളയാണെങ്കിൽ, നല്ല കിഴങ്ങുള്ള നല്ല പൂള സമയത്തിന് പറിക്കുകയാണെങ്കിൽ കൊമ്പെടുത്താൽ മതി. പൂള എന്നാണ് മനസ്സിലാകുമ്പോൾ തിന്നും. അതുപോലത്തെ പൊട്ടന്മാരോടാണല്ലോ ഇത് പറയേണ്ടത്. ഒക്കെ പഠിക്കാണ്ട് ചിന്തിക്കണം. നല്ല നാറ്റുംപട്ടി ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പൂള ഉണ്ടാക്കും. ഇങ്ങനെ പിടിച്ചാൽ പോരും. അങ്ങനെ മണ്ണൻ പൊടിഞ്ഞ് നിൽക്കും. അതിനകത്ത് മണ്ണിന്റെ സൈഡിൽ പൊട്ടിപ്പോയിക്കും. ഇന്ന് മണ്ണിന് വലിയ താല്ലുക്കൊന്നുമില്ല. മണ്ണ് എപ്പോഴും ഇതിന് പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനല്ലേ മാഷിനെ പോലത്തെ കർഷകനാണ്. അതാ കലണ്ട മാഷ് പറഞ്ഞത് കറക്റ്റാണ്. അത് കലണ്ട മാഷ് പറഞ്ഞത് കറക്റ്റാണ്. മണ്ണ് സൗകര്യം ചെയ്തു കൊടുക്കും. മറ്റ് മണ്ണ് അതിനെ മൂടും. കിഴങ്ങ് എവിടെ, നേരെ മറിച്ച് നല്ല പൂളാണെങ്കിൽ അതിന്റെ കിഴങ്ങ് എവിടെ കൃത്യമായി അറിയും. ആ സൈഡുകളിലെല്ലാം മണ്ണ് പൊട്ടി പിണ്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എടുത്താൽ മതി, എടുത്താൽ പോരും. കാരണം ഈ പൂളക്ക്, ഈ കിഴങ്ങിന് ഭൂമിയുമായി വല്ലാത്ത താല്ലുക്കൊന്നുമില്ല. ഭൂമിയിൽ അത് വളർന്നേ ഉള്ളൂ. അത് ഓരോ സെക്കൻഡിലും അതിന്റെ പണിയെടുത്തിട്ടുണ്ട്. മറ്റേ കിഴങ്ങ് അങ്ങനെ പണിയെടുക്കാൻ നേരം കിട്ടിയില്ല. മറ്റേ ആൾ വന്നിട്ട് മൂടി. അത് മാസങ്ങളോളം മൂടി കിടക്കാണ്. മണ്ണ് മൂടിപ്പോയി. ഞാൻ മുഴുവൻ മുരട്ടുന്ന മണ്ണ് പറിച്ചെടുത്ത് മാറ്റിയാൽ തന്നെയും എന്റെയും പൊട്ടും, കിട്ടാനുണ്ടാവില്ല എല്ലാവരും. തന്നെ ഇത് മണ്ണാണ്, ഇതിലെ കിഴങ്ങാണ് റൂഹ്. ആ റൂഹിന്റെ പണിയെടുക്കുന്ന കാലത്തോളം ഇരുമ്മൽ വലിയ താല്ലുക്കൊന്നും ഉണ്ടാവില്ല. എപ്പോഴും വെള്ളത്തിൽ നിന്ന് മുടിയെടുക്കും പോലെ റൂഹിനെ മലക്ക് പുറത്തെടുക്കും. ഈ ദുന്യാവുമായി അതിന് താല്ലുക്ക് കുറവാണെങ്കിൽ. അതല്ലെങ്കിലോ കിഴങ്ങില്ലാത്ത പൂളയുടെ മേല് മണ്ണ് മൂടി മാറിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ കൂട്ടിയാൽ മതി. അള്ളാഹു കാക്കട്ടെ. തന്നെ ഇത് കൂടെ വർത്താനം വരണ്ട. ഇതെല്ലാം തന്നെ നമ്മളെ കണ്ണിന്റെ മുന്നിൽ ഇതിനൊക്കെ ഉദാഹരണമുണ്ട് എന്നെ. അപ്പൊ എന്താ ഇവിടെ പറയാൻ കാരണം എന്താ, ഇവിടെ എല്ലാം ഈ യാസീൻ എന്നത് സാദുൽ മുഅ്മിനീനുകളാണ്. മുഅ്മിനീങ്ങളുടെ ഭക്ഷണമാണ് ഏത്? യാസീൻ. എന്താ മുഅ്മിനീങ്ങളെ യാസീനാകാൻ കാരണം? ഇത് അള്ളാഹിനെ പറ്റി പഠിപ്പിക്കണം. അള്ളാഹിനെ പറ്റി പഠിച്ചാൽ ആലിമാവൂല, ആരിഫാവും. ഉളൂന്റെയും കുളിന്റെയും മസല എന്ന് പറഞ്ഞോട് ചോദിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. അള്ളാഹിനെ പറ്റി പഠിച്ച ഒരാളോട്
ഉളൂന്റെയും കുളിന്റെയും മസലൊന്നും ചോദിച്ചാൽ അവന് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആരെ പറ്റി അറിയും? അള്ളാഹിനെ പറ്റി അറിയും. അതുകൊണ്ട് കുളിന്റെ മസലൊന്നും പത്ത് കൊടുക്കാനും അറിയില്ല. അവൻ അത്യാവശ്യം പൊതുവും കുളി നിസ്കാരം കാര്യമൊക്കെ അറിയുന്നല്ലാതെ അതിനപ്പുറം പത്ത് നോക്കൊന്നും കഴിയില്ല. പക്ഷെ മാരിഫത്ത് ഉണ്ടാവും. അള്ളാഹിനെ പറ്റി അറിയും. മറ്റോൻ അതിനെ ഇവനെന്താന്നറിയ, ഇവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മുറിയെന്നല്ല, നിസ്കാരം ഒഴിവാവില്ല. അപ്പൊ പിന്നെ അത്തരം മസലൊന്നും വല്ലാതെ നോക്കേണ്ടതില്ല. ഇവൻ അയിമ തന്നെ ഇരിക്കും, അള്ളാഹു തന്നെ ആയിരിക്കും. മറ്റവൻ ശരീരത്തിന്റെ കുളിമ്മലും വുളൂമ്മലും കൂടും. റൂഹ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനാപത്ത് വിളിച്ചിട്ടുണ്ടാവില്ല. റൂഹ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. റൂഹ് ജനാപത്ത് വിളിച്ചിട്ടുണ്ടാവില്ല. റൂഹ് അങ്ങനെ കിടക്കുക. റൂഹ് ഉണ്ടത് ശരിയാ അറിയുന്നല്ല. ആലിം ഫാസിഖാവും. ആരിഫ് ഫാസിഖാവില്ല. ലോകത്തെവിടെയും ആരിഫ് ഫാസിഖാവില്ല. ആലിം ഫാസിഖാവും. ആലിം തമ്മാടിത്തരം ചെയ്യും. ആരിഫ് തമ്മാടിത്തരം ചെയ്യില്ല. ആരിഫിന് പറഞ്ഞാൽ അള്ളാഹു എന്ന ചിന്തയിലെ ലദ്ദത്തിലാണ്. ഖുലൂബുൽ ആരിഫീന ലാ ഉയൂനു തറാ മാ ലാ യറാഹു നാളിറൂന വലാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാൻ വലൽ ഖിയാമ. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ. ആരിഫീങ്ങളുടെ ഹൃദയങ്ങൾക്ക് കണ്ണുണ്ടായിരിക്കും, കണ്ണുകൾ ഉണ്ടായിരിക്കും. നോക്കുന്നവർ നോക്കാത്ത പലതും അവർക്ക് കാണാൻ കഴിയും. സ്വർഗം അവരുടെ ലക്ഷ്യമാവുകയില്ല. അവർക്ക് ലക്ഷ്യമാവുകയില്ല. സ്വർഗത്തിലെ ടെന്റുകളിൽ വസിക്കണം അവർക്ക് പൂതി ഉണ്ടാവില്ല. അതൊന്നും അവർക്ക് അതിലുണ്ടാവില്ല. അതവരെ മക്സൂദാവൂല. സ്വർഗം അവർ മക്സൂദിൽ തന്നെ ഉണ്ടാവില്ല. അവരെ മഖ്സൂദ് ഇലാഹി. ആരിഫീങ്ങളെ പാട്ടാണ് ഏത്? ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ആരിഫീങ്ങളെ പാട്ടാണ്. നമ്മളെ കാര്യം നേടാൻ വേണ്ടി പാടുന്ന പാട്ടാണ്. മനസ്സിലായില്ല? നമ്മൾ ദുന്യാവ് നേടാൻ വേണ്ടി പാടുന്നതാണത്. ഇത് ഇവരെ പാട്ടാണ്. ഏത്? ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി. എന്റെ ഇലാഹേ നീയാണ് എന്റെ ഉദ്ദേശം, വേറൊന്നും ഉദ്ദേശമില്ല. എന്തെങ്കിലും കിട്ടണമെന്ന് എനിക്ക് താല്പര്യമില്ല. അത് ഉറപ്പന്നല്ലേ? ഒരുത്തനും കല്യാണം കഴിച്ച് പെണ്ണുങ്ങൾ അവനെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടുത്തെ ബിരിയാണിന്റെ കുറ്റം പറയും. മനസ്സിലായില്ല? ബിരിയാണി എന്തെങ്കിലും കുറ്റം എപ്പോൾ പോയി എന്നാലും പറയും. ഓന്റെ അമ്മാനോട് വന്ന് പറയും, പിന്നെ അമ്മ അത് കൊട്ടിപ്പാടി നാട്ടുകാരൊക്കെ പറയും. നേരെ മറിച്ച് ഒരുത്തന പെണ്ണ് പറ്റി ആ പൊരയിൽ പോയാൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചോറുണ്ടാക്കാനുള്ള സൗകര്യം പോലും ആ പൊരയിൽ ഇല്ല എങ്കിൽ ഓൻ ബിരിയാണി വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാനുള്ളൂ. അവിടുന്ന് കഴിക്കാത്ത സാധനത്തിന്റെ മാറ്റം ചോദിച്ചാൽ പറയും, ഭയങ്കര മാറ്റം പറയും. കാരണം എന്തുകൊണ്ട്? ഓന്റെ ലക്ഷ്യം എന്തല്ല, ബിരിയാണി അല്ല, ഓന്റെ ലക്ഷ്യം ഓളാണ്. മറ്റൊരു ലക്ഷ്യത്തെ തടിമെന്ന് ഒഴിവാകനാണ്. മനസ്സിലായില്ല? രണ്ട് ലക്ഷ്യ അല്ലേ? നിങ്ങൾ പറയും മനുഷ്യന്മാരെ, നിങ്ങൾക്ക് തിരുനാവുന്നതാണ് ഞാൻ അങ്ങനത്തെ ഉദാഹരണം പറഞ്ഞത് അല്ലേ? ചിന്തിക്ക്. ഓനെ ആ പെണ്ണിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓന് ചോറോടെ വിഷയമാണോ? എന്ത് ചോറുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓൻ പറയും ചോറുണ്ടാക്കണ്ട. കാരണം ചോറുണ്ടാക്കണം അത്ര നനച്ച് ഉമ്മാനെ സഹായിച്ചു കൊടുക്കേണ്ടി വരും. ഇജി ഇവിടെ ഇരുന്നാൽ മതി, എനിക്ക് ചോറ് വേണ്ട. ചോറ് തിന്ന് കുടുങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഓന് പിന്നെ ഓള് ചോറുണ്ടാക്കാൻ വേണ്ടി പോയാൽ ആ സമയം ഓൻ്റെ അടുത്ത് നഷ്ടപ്പെടുന്ന വേദനയായിരിക്കും. ഓന്റെ താല്പര്യം ചോറ് ഉണ്ടാക്കാതിരിക്കാനായിരിക്കും. മറ്റോന്റെ മറ്റോന് താല്പര്യം തന്നെയല്ല, പിന്നെ എന്തെങ്കിലും കുറ്റം പറയണ്ടേ? അതാണ് ബിരിയാണി. എന്തെങ്കിലും കുറ്റം പറയും, ഉണ്ടാവും ചെയ്യും. ദുനിയാവിലെ ഏത് ബിരിയാണിക്കും കുറ്റം ഉണ്ടാവുമല്ലോ. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് ആരിഫീങ്ങൾക്ക് വലാ മഖ്സൂദും ജന്നാത്തു അദ്നി, സ്വർഗം അവരുടെ ലക്ഷ്യമേ അല്ല. പിന്നെ ലക്ഷ്യം ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി, നിന്റെ പൊരുത്തമാണ് എന്റെ ആഗ്രഹം. ഞാൻ തേടി നടക്കുന്ന നിന്റെ പൊരുത്തത്തിനെയാണ്. നീയാണ് എന്റെ ലക്ഷ്യം, നിന്റെ പൊരുത്തമാണ് ഞാൻ തേടി നടക്കുന്നത്. ഇതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ പാടേണ്ട അല്ല, അത് നമ്മൾ പാടേണ്ട അല്ല, നമ്മൾ പാടിപ്പോയതാണ്. ഇലാഹി അല്ലേ? ഓതോത് ഇലാഹി അൻത മഖ്സൂദി
വരില്ലാക മത്ലൂബി. ഇലാഹേ, സ്വർഗം എനിക്കൊന്നുമല്ല, സ്വർഗത്തിന്റെ ആവശ്യവും എനിക്കില്ല. നരകമാണ് നിനക്ക് ഇഷ്ടപ്പെട്ടതെങ്കിലും നരകം ഞാൻ വാങ്ങും. ഒരു അബ്ദ് അള്ളാന്റെ കോടതിയിലേക്ക് വരും. അള്ളാഹു അബ്ദിനോട് ചോദിക്കും, നിനക്ക് സ്വർഗമാണോ വേണ്ടത്, എന്റെ പൊരുത്തമാണോ വേണ്ടത്? അപ്പോൾ ആ അബ്ദ് പറയും, പടച്ചോനെ എനിക്ക് നിന്റെ പൊരുത്തം മതി, സ്വർഗം വേണ്ട. അപ്പോൾ അള്ളാഹ് പറയും, എന്നാൽ എന്റെ പൊരുത്തം നീ നരകത്ത് കിടക്കലാണ്. ജഹന്നം, എന്നാ ഈ നരകത്തിലേക്ക് പോയിക്കോ. ആ കൽപ്പന കേൾക്കുമ്പോഴത്തിന് ജഹന്നം, അയാൾ നരകത്തിലേക്ക് നടക്കുകയും നരകത്തിലേക്ക് ചാടുകയും ചെയ്യും. നരകം കേടും. അതാണ് ആരിഫ്. എന്ത് പറഞ്ഞ് അള്ളാന്റെ കോടതിയിൽ ആരിഫായ അബ്ദിനോട് അള്ളാഹ് ചോദിക്കും, നിനക്ക് എന്റെ പൊരുത്താണോ വേണ്ടത്, സ്വർഗാണോ വേണ്ടത്? അപ്പൊ ആ ആരിഫ് പറയും, സ്വർഗന്റെ വിഷയമല്ല, എന്റെ പൊരുത്ത വേണ്ടത്. അപ്പൊ അള്ളാഹ് അപ്പൊ പറയും, എന്റെ പൊരുത്ത ഈ നരകത്തിൽ ചാടലാണ്, വേഗം നരകത്തിലേക്ക് നടക്കും. ചോദ്യം വരെ അബ്ബേ എന്തെങ്കിലും ചോദ്യം വരെ ചോദിക്കൂല, നരകത്തിലേക്ക് എടുത്തടിച്ചാടും. നരകം കെട്ട് തണുപ്പും രക്ഷയുമായി മാറും. തീയാണ് കെട്ടിട്ട് ഏറ്റവും വലിയ എയർ കണ്ടീഷൻ ആവും നരകം. കാരണം ഇയാൾ ആരാ? അള്ളാഹുന്റെ ഖദാഇൽ തൃപ്തിപ്പെട്ടവനാണ്. അവന് ആവശ്യം അള്ളാന്റെ റിളയാണ്. അവനാണ് ആരിഫ്. അവന് സ്വർഗത്തിന് നടക്കുന്നത് സ്വർഗം വിഷയം തന്നെയില്ല. എന്ത് ലാസഞ്ചർ മുട്ടായിയെ പോലത്തെ സ്വർഗം ആർക്കടാ അതൊക്കെ വേണ്ടത്? മൂമിൻ അള്ളല്ലേ വേണ്ടത്? മൂമിന് സ്വർഗ വിഷയം തന്നെയല്ല. സ്വർഗം മൂമിന് നോക്കിയാൽ ഏറ്റവും മഹാനാരാ? മൂമിനല്ലേ. സ്വർഗം മൂമിന് നോക്കിയാൽ സ്വർഗത്തിനുള്ള ഖുർആൻ നോക്കി കൊടുത്തിട്ടുണ്ടോ? മൂമിനുള്ള ഖുർആൻ നോക്കി തന്നിട്ടില്ലേ? മൂമിനല്ലേ മഹാൻ? മനസ്സിലായില്ല. സ്വർഗം മഹാനായ മഹത്വപ്പെട്ടതായത് മൂമിൻ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് കൊണ്ടാ. പെട്ടി എന്ന് പറഞ്ഞ സാധനത്തിൽ ഇടുന്നതിനനുസരിച്ചാണ് അതിന് മാത്രം ഉണ്ടാവുക. പെട്ടി തന്നെ. അതിൽ ബെറ്റിലെന്നാലും 100 പുകനയും കൊണ്ടിട്ടാൽ ഏത് മരത്തും വലിച്ചിടും. അതിൽ സ്വർണം കൊണ്ടിട്ടാലോ? പറയും മനുഷ്യന്മാരെ, എന്താണല്ലോ ഇരുന്ന് ഉറങ്ങുന്നത്. പെട്ടി മിൻഹൈസു ഇന്നഹു പെട്ടി. അതിൽ പെട്ടി എന്ന സാധനത്തിൽ ബെറ്റിലെന്നാലും 100 പോലെയാണ് കിട്ടും. അതിനൊരു വിലയില്ല. അതേ സാധനത്തിൽ നിന്ന് കിഴിയണ്ണാക്കി മരുമോളെ പണ്ടാണ് അതിലിട്ടതെങ്കിലോ, നല്ല 1 നമ്പർ ആഭരണമാണ് അതിലിട്ടതെങ്കിലോ, അത് കയ്യുമെന്ന് വെക്കൂല. അതിൽ അമ്മായി ഒന്ന് ഇങ്ങനെ ഒടിക്കും, ഒന്ന് ഇങ്ങനെ ആളെ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ ഒടിച്ചതേ വർത്താനം പറയുള്ളൂ. ചെല്ലപ്പെട്ടി ആർക്കും കൊടുക്കാം. ഒന്ന് ഇങ്ങനെ ചീന്തി ഇങ്ങനെ ഇറക്കി ആർക്കും ചെയ്യാം. എത്ര വിലയുള്ളൂ? മനസ്സിലായില്ലേ? അതിന്റെ ഉള്ളിൽ ദാഖിലാവുന്നതിനനുസരിച്ചാണ് അതിന് വില. സ്വർഗം നല്ല ഒരു ചുക്കുമല്ല, അതിന് മാറ്റം ഉണ്ടായതിന് അതിൽ മുഅ്മിനീങ്ങൾ കയറാൻ വേണ്ടി അള്ളാഹ് കാത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ്. മുഅ്മിനീങ്ങൾക്ക് സ്വർഗം ലക്ഷ്യമേ അല്ല. അള്ളാന്റെ ആരിഫീങ്ങൾ അവർക്ക് അള്ളാഹുവിന്റെ ലക്ഷ്യം, വേറൊന്നും ലക്ഷ്യമല്ല. ലക്ഷ്യം തന്നെ ഇല്ല. അവരെ ലക്ഷ്യം അത് മാത്രമാണ്. അവരെ ലക്ഷ്യം അതാണ്. മനസ്സിലായില്ലേ? ചൈത്രനും മൈത്രനും എന്നൊരു പാടുണ്ടായിരുന്നു ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത്. ഒരു ഓർമ്മ ഭാഷത് ₹1 കൊടുത്ത്, ₹1 രണ്ടാക്കും കൊടുത്ത്, ചൈത്രനും കൊടുത്ത് മൈത്രനും കൊടുത്ത്, ഈ 2 മുറിയും കാണിച്ചു കൊടുത്ത്, ഈ മുറി നിങ്ങൾ നിറക്കണം എന്നറിഞ്ഞു. അങ്ങനെ 2 പോയി. സമ്മാനം തരുന്നു പറഞ്ഞു. മുറി നിറച്ചു നോക്കിയാൽ സമ്മാനം തരുന്ന. അങ്ങനെ വൈകുന്നേരം മാഷ് വന്നു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചൈത്രനും മൈത്രം ഇറങ്ങിപ്പോയി. ചൈത്രൻ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റി വണ്ടി വരുന്നേ. മുനിസിപ്പാലിറ്റി വണ്ടിക്കാരോട് ചോദിച്ച്, നിങ്ങൾ എവിടെ കൊണ്ടുപോയി? ഞങ്ങൾ പുറത്ത് തള്ളാൻ വേണ്ടി കൊണ്ടുപോകാം. അപ്പൊ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങി കാണിച്ചു തരാം, 50 പൈസയും തരാറ്. ഇവർക്ക് വിചിത്രമായി തോന്നി. കാരണം ഇതെവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാനൊരു സ്ഥലമില്ലാതെ കുടുങ്ങി നടക്കുമ്പോ ഒരു റൂമ് കൊണ്ടുപോയി തള്ളും ചെയ്യാം. അപ്പൊ സ്ഥലമായി 50 പൈസയും കിട്ടുന്നപ്പോ അക്കാലത്ത് 50 പൈസ ഉണ്ടോ? നമ്മളെ കുട്ടിക്കാലത്തെ പാടാണ്. ഭയങ്കര ഇഷ്ടമായി തോന്നി ഇവർക്ക്. ചൈത്രൻ സ്ഥലം കാണിച്ചു കൊടുത്തു, മാഷ് കാണിച്ചു കൊടുത്ത റൂമ് മുനിസിപ്പാലിറ്റിയിലെ കച്ചറ കൊണ്ട് നിറച്ച്. ചൈത്രന് സന്തോഷമായി, 50 പൈസ ലാഭം കിട്ടി.
എത്ര ചെലവായുള്ളൂ? 50 പൈസയുള്ളൂ. മുറി നിറഞ്ഞു ചെയ്ത്, മുറിയാണ് നിറച്ച്. മൈത്രൻ തെരഞ്ഞു നടന്ന്. മൈത്രന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? മാഷ ഒരു ചിത്രം ഫോട്ടോ ഉണ്ടായിരുന്നു. ആ മാഷ്ട ഫോട്ടോത്തിന് 50 പൈസ കൊണ്ട് ഫ്രെയിം കിട്ടി. 50 പൈസ കൊണ്ട് സാമ്പ്രാണി വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്ത് കത്തിച്ചിട്ട് ചിത്രം തൂക്കി, മാലയും തൂക്കി, അതിൻ്റെ അടുത്ത് സാമ്പ്രാണി കത്തിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തിന് സുഗന്ധം കൊണ്ട് മുറിയാകെ നിറഞ്ഞുപോയി. വൈകുന്നേരം മാഷ് വന്ന് ചൈത്രന്റെ മുറിന്റെ ഏരിയ പതിന് മാഷും പാഞ്ഞു കൊടുന്ന്. കാരണം ആ ഭാഗത്തേക്ക് ചെല്ലാൻ വയ്യ. മൈത്രന്റെ മുറി തുറന്നപ്പോഴത്തിന് മാനക്ക് വലിയ സന്തോഷം. കാരണം മാസ്റ്റർ ഫോട്ടോ ഫ്രെയിമിട്ട് മാല തൂക്കി അതിൻ്റെ അടുത്ത് സാമ്പ്രാണി എത്തിച്ചിട്ടുണ്ട്. മുറിയാകെ സുഗന്ധം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചൈത്രനും മൈത്രനും വ്യത്യാസം. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഈ സാധനം കൊണ്ട് നടക്കണവരാ. എന്ത് നമുക്ക് ഇവിടെ വേണ്ടതും തീട്ടക്കക്കൂസാണ്, അവിടെ വേണ്ടതും തീട്ടക്കക്കൂസ. ഫുള്ള് ലോഡാക്കി തിന്നണം എന്നാണ് നമ്മൾ ഇവിടെ തന്നെ വിചാരിക്കുന്നത്. തിന്നാൻ നല്ല നല്ല സാധനങ്ങൾ അവിടെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വലിയ തിരുപ്പതിയാണ് അവിടെ എത്തിക്കിട്ടാൻ. കാരണം ബില്ലില്ലാത്ത ബില്ലില്ലാത്ത തീറ്റ നടക്കുമല്ലോ എന്ന്. മറ്റേ കൂട്ടരുണ്ട്, അവർക്ക് ഇതൊന്നും ലക്ഷ്യമേ അല്ല. അവർക്ക് അതൊന്നും ലക്ഷ്യം തന്നെ. അവര് വല്ല മക്സൂന്ന് ജന്നാത്തിനെ സ്വർഗം വരെ ലക്ഷ്യം. ആരിഫീങ്ങളാണ് അവർ. അള്ളാനെ കൊണ്ട് കൽബ് നിറച്ചോരാ. ഇങ്ങോട്ട് കയറിയിരിക്കും, അടുത്തടുത്തിരിക്കും, കയറിയിരിക്കും. അള്ളാനെ പറ്റി പഠിക്കണമെന്നാണ് മോമിനായ മനുഷ്യൻ. കുട്ടികളെ നമ്മൾക്ക് പറ്റിയ കുഴപ്പം, നമ്മളെ നാട്ടിൽ പറ്റിയ കുഴപ്പം, അള്ളാനെ പറ്റിയുള്ള പഠിപ്പ് ജനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. ആ വിഷയം തന്നെ അല്ല. പിന്നെ ഏതെങ്കിലും ഒരാൾ അള്ളാനെ പറ്റി പറഞ്ഞാൽ മുജാഹിദോ ജമാഅത്തോ എന്താ സാധനം നമുക്ക് തോന്നുകയും ചെയ്യും. അങ്ങനെ എന്തോ ഒരു പേച്ചോ ആളാണോ എന്ന് നമുക്ക് തോന്നും. ഒരാൾ അള്ളാനെ പറ്റി പറയാൻ തിരിഞ്ഞാൽ അതൊന്നല്ലല്ലേ നമ്മൾ പറയേണ്ടതാണ് നമുക്ക് തോന്നുന്നത്. അള്ളാനെ പറ്റി ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് സംശയമാണ്. ഇപ്പം എന്താ സാധനം തിരിയണില്ല, എന്താ അവൻ്റെ അവസ്ഥ തിരിയണില്ല എന്ന് നമുക്ക് തോന്നും. അള്ളാനെ പറ്റി ഒരാൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് വന്നു, നമ്മൾ ആ പാർട്ടി തന്നെ അല്ലേ, നമ്മളാളാണെങ്കിൽ അള്ളാനെ പറ്റി പറയില്ലല്ലോ, ഏതെങ്കിലും ഷെയ്ഖന്മാരെ പറ്റിയല്ലേ പറയാം. അപ്പം നമുക്കൊരു ഡൗട്ട് വന്നു, ഇപ്പം നമ്മളാളെന്നെ അല്ലേ. ഷെയ്ഖന്മാരൊക്കെ നല്ലവർ തന്നെ, പക്ഷെ അവർ അള്ളാനെ പറ്റി പഠിച്ചിട്ട് ഷെയ്ഖായതാ. നമ്മൾ അള്ളാനെ പറ്റി പഠിച്ച തന്നെയല്ല. അള്ളാനെ പറ്റിയോ പഠിച്ചാൽ പഠിക്കൂല. അള്ളാനെ പറ്റി പഠിച്ചാൽ 1ാം ക്ലാസ്സിൽ നിന്ന് കാര്യമില്ല. മറ്റത് 100ാം ക്ലാസ് കഴിഞ്ഞിട്ട് തൊപ്പി മങ്ങി ഇറങ്ങാം. ഏത് ആലിമിന് ഡിഗ്രി ഉണ്ട്, ആരിഫിന് ഡിഗ്രി ഉണ്ടാവില്ല. ഡിഗ്രി പറഞ്ഞാൽ 2ാം ക്ലാസ് ഇല്ല, എപ്പോഴും 1ാം ക്ലാസ്സാ. അള്ളാനെ പഠിക്കുന്നവരെല്ലാം ഹംഖായിരിക്കും. അള്ളാഹുവിന്റെ മാരിഫത്തിൽ ഏർപ്പെടുന്നവരെല്ലാം ഹംഖുകളായിരിക്കും. ഹംഖ് പറഞ്ഞാൽ ഒന്നും പഠിച്ചിട്ട് തീരാത്തവനാണ് ഹംഖ്. ഉള്ള പാഠം തന്നെ പഠിച്ചു തീർക്കൂല, അവനാണ് ഹംഖ്. ബുദ്ധി കുറഞ്ഞവൻ. ബുദ്ധി കുറഞ്ഞ പേരാണ് എന്ത്? ഹംക്ക് എന്ന് പറയുമ്പോൾ പായൊന്നും വേണ്ടാണ്. ഹംക്ക് എന്ന് നമ്മളെ പറ്റിയൊക്കെ പറയാവുന്ന വാക്ക് തന്നെയാണ്, പക്ഷെ കേൾക്കാൻ നമുക്ക് ചൂടാവുന്ന മാത്രം. ഹംക്ക് എന്താണ് പഠിച്ചവനെ? ഹംക്ക് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബുദ്ധി കുറഞ്ഞവൻ. ഹംക്ക് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പറയേ, നായാന്നും പട്ടിന്നും അല്ല. ഹംക്ക് പറഞ്ഞാല് ബുദ്ധി കുറഞ്ഞവൻ. കുല്ലുക്കും അള്ളാനെ പറ്റി പഠിച്ചു തീർക്കാവുന്ന ബുദ്ധി ഒരാളെ കയ്യിലുമില്ല. അതല്ലേ അള്ളാ, അതല്ലേ അള്ളാ. 2ാം ക്ലാസ്സിൽ കയറൂല, 1ാം ക്ലാസ്സിലായിരിക്കും എന്നും. അതിനാണ് മാരിഫത്ത് എന്ന് പറയാം. അത് ലസ്സത്താണ്. അതിലാണ് കയറിപ്പെട്ട മനുഷ്യൻ പിന്നെ വേറൊന്നും ചിന്ത ഉണ്ടാവില്ല. ആ മാരിഫത്താണ് ഇപ്പൊ ഈ യാസീനിൽ പഠിപ്പിക്കുന്നത്. അള്ളാഹിനെ പറ്റി അങ്ങനെ പഠിക്കന്നെ, അള്ളാഹിനെ പറ്റി അങ്ങനെ പഠിക്കുക. അള്ളാഹ് ഏത് കാര്യം അള്ളാഹുവിലാണ് എത്തിച്ചേരുക. അള്ളാഹിന്റെ മഹത്വം, അള്ളാഹു, അള്ളാഹിന്റെ മഹത്വം, അള്ളാഹിന്റെ മഹത്വം, അള്ളാഹിന്റെ പുണ്യം, അള്ളാഹുവിനെ പറ്റി തന്നെയാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. والله ഈ വേദഗ്രന്ഥം ഇറക്കി തന്നവൻ അല്ലാഹു, അല്ലാഹുവാണ്. അൽ മലിക്, അവൻ ഏറ്റവും വലിയ രാജാവാണ്.
അൽ ഖുദ്ദൂസ് അവൻ ഏറ്റവും പരിശുദ്ധനാണ്. അസ്സലാമു അവൻ ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. അൽ മുഅ്മിനു അവൻ ആർക്കും അഭയം കൊടുക്കുന്നവനാണ്. അൽ മുഹൈമിനു അവൻ ഏത് കാര്യത്തിനും മേൽനോട്ടം വഹിക്കുന്നവനാണ്. അൽ ജബ്ബാറു അവൻ ഏതും പരിഹരിക്കാൻ കഴിയുന്ന പരമാധികാരിയാണ്. അൽ മുത്തക്കബ്ബിറു അവൻ മഹത്വമുള്ളവനാണ്, മഹത്വമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അർത്ഥമൊക്കെ ഈ പറഞ്ഞതിനൊക്കെ അർത്ഥമൊക്കെ ലൗ അൻസൽനാ അതിന്റെ അർത്ഥം ഇനി കിട്ടാത്ത ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ, ഈ ഖുർആൻ ഞാൻ ഒരു പർവ്വതത്തിന്റെ മേലാണ് ഇറക്കിയതെങ്കിൽ ലറഅയ്തഹു ആ പർവ്വതത്തെ നിനക്ക് കാണാൻ കഴിയുമായിരുന്നു. ഖാശിയൻ അത് ഭയപ്പെടുന്നതായിട്ട്, മുതസദ്ദിഅൻ പൊട്ടിപ്പിളരുന്നതായിട്ട്, മിൻ ഖശിയത്തില്ല അല്ലാഹുവോടുള്ള ഭയത്താൽ. വതിൽക്കൽ അംസാലു ഇത്തരം ഉപമകൾ നദ്രിബുഹാ ലിന്നാസി മനുഷ്യർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ലഅല്ലഹും യതഫക്കറൂന ഈ വേദഗ്രന്ഥത്തിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് അവർ ചിന്തിക്കാൻ വേണ്ടിയാണ്. അർത്ഥം മനസ്സിലായില്ലേ? പിന്നെ അടുത്ത വാക്ക് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ഈ വേദഗ്രന്ഥം ഇറക്കിയ അവൻ അല്ലാഹുവാണ്. അല്ലദീ അങ്ങനത്തെ അല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാത്തൊരു ഇലാഹും ഇല്ല. പിന്നെ ആലിമുൽ ഗൈബി അവൻ അദൃശ്യത്തിന്റെ ജ്ഞാനിയാണ്, ഷഹാദ ദൃശ്യത്തിന്റെയും. ഹുവർ റഹ്മാൻ അവൻ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ്, ഗുണം ചെയ്യുന്നവനാണ്. അർ റഹീം അർഹരായ ആളുകൾക്ക് പരലോകത്തും ഗുണം ചെയ്യുന്നവനാണ്. പിന്നെ അവൻ ഈ വേദഗ്രന്ഥം ഇറക്കിയവൻ പിന്നെയും പറയട്ടെ അവൻ അല്ലാഹുവാണ്. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാത്തൊരു ഇലാഹും ഇല്ല. അൽ മലിക് അവൻ ഏറ്റവും വലിയ രാജാവാണ്. അൽ ഖുദ്ദൂസ് അവൻ ഏറ്റവും പരിശുദ്ധനാണ്. അസ്സലാം അവൻ ന്യൂനതയും ഇല്ലാത്തവനാണ്. അൽ മുഅ്മിൻ അവൻ ആർക്കും അഭയം കൊടുക്കാൻ പോന്നവനാണ്. അൽ മുഹൈമിൻ ഏതൊരു കാര്യത്തിനും മേൽനോട്ടം വഹിക്കുന്നവനാണ്. അൽ ജബ്ബാറു പരമാധികാരിയാണ്. അൽ മുതകബ്ബിറു മഹത്വമുള്ളവനാണ്, അഹങ്കാരിയാണ്. പിന്നെ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ അവർ ഈ ശിർക്ക് വെക്കുന്ന എല്ലാ വസ്തുക്കളെ തൊട്ടും അവൻ പരിശുദ്ധനാണ്. ഈ പറയുന്ന ഈ കല്ലിനും മണ്ണിനും ഒരു വിലയില്ല, വില ആർക്ക് മാത്രം? അല്ലാഹുവിന് മാത്രം. പിന്നെ വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, ഇവിടെ പഠിക്ക് വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. വല്ലാഹു ഈ വേദഗ്രന്ഥം ഇറക്കിയ അവൻ അല്ലാഹുവാണ്. അൽ ഖാലിഖ് അവൻ സൃഷ്ടാവാണ്. അൽ ബാരി അവൻ സൂക്ഷ്മമായ കണികകൾ മുതലേ നിർമ്മിച്ചുണ്ടാക്കിയവനാണ്. അൽ മുസവ്വിർ അവൻ ഏതൊന്നിനും യോജിച്ച രൂപം നൽകിയവനാണ്. എന്തൊക്കെ അർത്ഥം? അൽ ഖാലിഖു അൽ ബാരി ഉൽ മുസവ്വിർ. ഖാലിഖ് സൃഷ്ടാവ്, സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. അൽ ബാരി തുടക്കം മുതലേ നിർമ്മിച്ചു. ആരോ കൊടുത്ത സാധനം കൂട്ടിയവനല്ല. ആശാരി ആരോ കൊടുത്ത മരം, അള്ളാഹ് ഉണ്ടാക്കിയ മരത്തെ അസംബ്ലിതം മാത്രമാണ്. അള്ളാഹ് അങ്ങനെയല്ല, മരം ഉണ്ടാക്കിയവനാണ്, അതിന്റെ വേരുണ്ടാക്കിയവനാ, അതിന്റെ വിത്ത് ഉണ്ടാക്കിയവനാണ്. അവൻ ഭാര്യയാണ്, അവൻ സൃഷ്ടാവുമാണ്. സൃഷ്ടാവുമാണ്. പിന്നെ ഭാര്യയാണ്. തുടക്കം മുതലേ പാറകുട്ടി തുടക്കം മുതലേ നിർമ്മിച്ചുണ്ടാക്കിയവൻ. അങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ നിർമ്മിച്ചുണ്ടാക്കിയവൻ. അൽ മുസഫിറു ഏതൊന്നിനും യോജിച്ച രൂപം നൽകിയവൻ. ഏതൊന്നിനും അതിന്റെ യോജിച്ച രൂപം നൽകിയത്, ഓരോന്നിനും യോജിച്ച രൂപം. ലഹുൽ അസ്മാഉൽ ഹുസ്ന സുന്ദര നാമങ്ങൾക്ക് അർഹൻ അവൻ മാത്രമാണ്. യുസബ്ബിഹു ലഹു അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മാഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളവയെല്ലാം വൽ അർളി ഭൂമിയിലുള്ളവയെല്ലാം. വഹുവൽ അസീസ് അവൻ ആരോടും കടം വാങ്ങാത്ത പ്രതാപിയാണ്. നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്, അർത്ഥം പറഞ്ഞില്ലല്ലേ? പ്രതാപി, അസീസ് പ്രതാപി. ഒരാളെ കയ്യിൽ അവന് കടം വാങ്ങേണ്ട ആവശ്യം ഇല്ല, അവന് കടം വരൂല. പ്രതാപിയാണ്, ഭയങ്കര മുതലാളിയാണ്. മുതലാളി എന്നാണ്, മുതലാളി എല്ലാം വേണ്ടതാണ്. പിന്നെ അൽ ഹകീം അഗാധജ്ഞാനിയാണ്. എല്ലാത്തിനും ഉള്ളും പൂർവ്വം, ഉള്ളിന്റെ ഉള്ളും പുറത്തിന്റെ പുറം എല്ലാം തിരിയും. ആർക്ക്? അല്ലാഹുവിന്. അവൻ അറിയാത്തൊന്നും ഉണ്ടാവില്ല. അൽ ഹക്കീമാണ് അവൻ. അപ്പൊ ചിന്തിക്ക്, ഇതാണ് ഇത് പഠിക്കാണ് ആര്? ഇത് പഠിക്കണവനാണ് ആര്? കുട്ടി ആരിഫ്. ആരിഫ് ദുആ ചെയ്താൽ പർവ്വതങ്ങൾ പോലും നീങ്ങിക്കൊടുക്കും. ഇത് പഠിക്കണവനാണ് ആരിഫ്. അവൻ അള്ളാഹിനെ പറ്റി പഠിക്കാണ്. അതിന്റെ ലജ്ജത്തിൽ അതിന്റെ രസമായിട്ട് കുടുങ്ങിപ്പോവും. അല്ലാ അല്ലാ ആ ചിന്തയിൽ അങ്ങനെ ലയിച്ചു. അല്ലാ അല്ലാ എന്ന ചിന്തയിലോ ലയിച്ചു. അല്ലാ എന്നല്ലാത്ത ചിന്ത ഉണ്ടാവില്ല. അവൻ അല്ലാ അല്ലാ എന്നുള്ള ആ ചിന്തയിൽ
ഏത് വിഷയത്തിലും അവൻ അള്ളാഹുവിന് കാഫിയാവും. അള്ളാഹ് പറഞ്ഞോടത്ത് നിലക്കൊള്ളും. അള്ളാഹുവിന്റെ അപ്പുറത്തേക്ക് അവൻ പറഞ്ഞതിന്റെ അപ്പുറം, ഞാൻ പറഞ്ഞില്ല നരകം അള്ളാഹു വിധിച്ചാൽ എവിടെ പോവും? അത് പോവും. അവൻ നരകത്തിലും പോവും. അള്ളാഹ് പറഞ്ഞാൽ നരകത്തിൽ പോവും, അള്ളാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ പോവും. ലക്ഷ്യം സ്വർഗമല്ല നരകമല്ല, ലക്ഷ്യം ആരാണ്? അള്ളാഹ്. അപ്പോൾ ഈ മഅ്രിഫത്തിനെ പഠിപ്പിക്കുന്ന സൂറത്താണ് ബഹുമാനപ്പെട്ട യാസീൻ. അള്ളാഹുവിന്റെ മഹത്വത്തെ ഇത് പഠിപ്പിക്കുകയാണ്. അതെത്ര പഠിച്ചാലും നമുക്കതിൽ ബുദ്ധി ഉണ്ടാവില്ല. അള്ളാഹനെ പഠിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഹംഖുകളായിരിക്കും. എത്ര പഠിച്ചാലും അത് പൂർത്തിയാക്കാൻ സാധ്യമല്ല. അത് 2ാം ക്ലാസ്സിലേക്ക് കയറാൻ കഴിയില്ല എന്ന് 1ാം ക്ലാസ് തന്നെയാണ്. ബിരുദം വാങ്ങിയ ആരിഫിന് പുറത്തിറങ്ങാൻ കഴിയില്ല. ആരിഫിന്റെ ഇൽമ് പൂർത്തിയാവൂല. ആരിഫ് പഠിക്കന്നെ 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 പഠിക്കന്നെ. അതിന്റെ മേലെ പിന്നെ ഉണ്ടാവും പഠിക്കാൻ. ആരെപ്പറ്റി? പറ ആരെപ്പറ്റി? അള്ളാഹിനെ പറ്റി. അവർക്ക് ദുന്യാവ് രസാവില്ല, അവർക്ക് ആഖിറം രസാവും, അള്ളാഹ് രസാവും. അപ്പൊ അവർക്ക് ദുന്യാവിൽ ഉദാഹരണം പറയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനതയോട് യുദ്ധത്തിന് പോകാൻ വേണ്ടി പറഞ്ഞു ഇത് സ്വർഗത്തിലെ ഭക്ഷണമൊക്കെ കഴിച്ച്. എന്നിട്ട് പറഞ്ഞ് പിന്നെ ഒരു പറഞ്ഞ എന്താ അറിയോ? സ്വർഗത്തിലെ ഭക്ഷണം എന്നും കഴിച്ചിട്ട് ഞങ്ങൾക്ക് സുഖമില്ല, ഞങ്ങൾക്ക് ഇനി ഒന്ന് ചേഞ്ച് ആക്കണം. ചീര, കക്കരി, മനസ്സിലായില്ലേ? വെള്ളരി, ഉള്ളി, കിഴങ്ങ്, അതൊക്കെ ഇടക്കിടക്ക് ഞങ്ങൾക്ക് തിന്നാൻ തരണം. ഞങ്ങൾ എന്റെ കൂടെയല്ലേ മൂസ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് ചേഞ്ച്. ആഴ്ചയിൽ മെനു പറഞ്ഞു കൊടുക്കണം. എന്ത്? ഞങ്ങൾക്ക് എല്ലാ ദിവസവും സ്വർഗത്തിലെ ഭക്ഷണം കഴിച്ചിട്ട് രസം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് മന്നും സെൽവ ഇറക്കി കൊടുത്തപ്പോ അവർക്ക് രസം കിട്ടിയില്ല. അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞേ? ഒരു ചേഞ്ച് വേണം. എല്ലാ ദിവസവും ചേഞ്ച് വേണം. വേറെ വേറെ ഭക്ഷണങ്ങൾ ഇറക്കി തരണം. അപ്പോൾ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തേ ഒരു കാര്യം, എന്തേ കാരണം? അവർക്ക് ഈ നമ്മളെ പോലത്തെ കൗമാണ്. മനസ്സിലായില്ല? പോത്ത് വരട്ടിയത് മോരി വരട്ടിയത് ഇതുപോലാണ് അവരെയും ചിന്ത. പോത്ത് വരട്ടിയത് മോരി വരട്ടിയത് മറ്റേ മനസ്സിലായില്ല. പോത്ത് വരട്ടിയത് മോരി വരട്ടിയത് ഐക്കോറ പൊള്ളിച്ചത്, ഇതിലാണ് നമ്മളെ കളി. ആരുടെയും അവരെ കളി അതാണ്, ഇതന്നെയാണ്. ഈ മിട്ടിമ്മലുള്ള കേലാണ് ഒരു കളിക്കണത്. അതാണ് ആ മിട്ടി, ഈ മണ്ണുമ്മലുള്ള കളിയാണ് അവർക്ക്. ഇനി നേരെ നോക്കി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് തിന്നാൻ തന്നെ കൊടുത്തില്ല. എന്നാ അവർക്ക് വല്ല വിഷമമുണ്ടോ? ഒന്നുമില്ല. എന്തുകൊണ്ട്? മണ്ണുമ്മലൊക്കെ കളി തന്നെയല്ല, അവർക്ക് റൂഹമ്മല കളി. ആരിഫീങ്ങളാ. ഒറ്റോട്ട റസൂലാനെ കണ്ട ആരിഫായി, ഒറ്റോട്ട റസൂലാനെ ഈമാനോട് കൂടെ കണ്ട ആരിഫാവും. കോളേജിൽ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താ പറഞ്ഞ്? പറയട പൊട്ടന്മാരെ പോലെ രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്. പറയും പറയട പൊട്ടെന്ന് പറയാൻ ചാൻസ് നേരത്തെ ഞാൻ ഉണ്ടാക്കും ചെയ്തിട്ടുള്ളൂ. എല്ലാവരും അള്ളാഹിനെ പറ്റി പഠിക്കാൻ തിരിഞ്ഞാൽ എന്താണ്? പൊട്ടനല്ലേ? പേടിക്കണ്ട. ഒരു പൊട്ടൻ ചോദിക്കാൻ മറ്റേ പൊട്ടന്മാർ പറയും നമ്മളൊക്കെ പൊട്ടന്മാരാ. പറയും കുട്ടികളെ, മനസ്സിലായില്ല? അവർക്ക് എന്തുമല്ല കളി തന്നെയല്ല, മിട്ടിമല്ല കളി തന്നെ ഒൽക്കില്ല. അവർക്ക് മിട്ടിമ കളിയില്ല, അവർക്ക് നൂറുമല കളി. അതുകൊണ്ട് അവർ ഇതിന്റെ വർത്താനം തന്നെ അറിഞ്ഞില്ല. ഇതിന്റെ വർത്താനം, ഇത് പള്ളെ പഴിക്കുന്നുണ്ടല്ലോ വർത്താനം അവര് അറിഞ്ഞല്ല. ഒരു സംഘം ആളുകൾക്ക് ഒരു കാരക്ക കൊടുക്കുക. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് സിയാറത്ത് ചെയ്തു. ഭയങ്കര അനുഭവമാണ്. ഭയങ്കര. അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ അബൂ ഉബൈദയാണെന്ന് റസൂൽ പറഞ്ഞു. അവിചാരിത. ഞാന് ജോർദാനിലെ ഇസ്രായേലിൽ നിന്ന് ജോർദാനിലേക്ക് കടന്നിട്ട് അമ്മാൻ ടൗണിലേക്ക് പോവാണ്. അപ്പോൾ അതിനിടയിൽ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു ബോർഡ്, പച്ച ബോർഡ് കണ്ട് ഖബറു അബൂ ഉബൈദത്തിൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഖബർ ഞാൻ ആരോമാർക്ക് കൊടുത്തു. അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞ് നിർത്തി. പിന്നെ മദ്യം പറഞ്ഞു, ഞാൻ ഒന്നും അവരെ ഉറങ്ങൂല. ചെന്നോക്കെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മഖബറ, ഒരു പള്ളിയും എന്തോ ഒരു ഭയങ്കരമാണ്. അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട ആളാണ്. ആര്? അബൂ ഉബൈദ ആമിറുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. പഠിച്ചോനെ അള്ളാഹു അവരെ കൂടെ നമുക്ക് തൗഫീഖ് തരണം. ഭയങ്കര. ഞാൻ ഇപ്രാവശ്യം ജോർദാനിൽ പോയിട്ട് ഗൈഡിനെ കൂടെ, ഗൈഡുമാരെ ആശ്രയിച്ചാൽ എന്താണെന്നറിയാം, അവർക്ക് ചില ഇംഗ്ലീഷുകാർക്ക് കാണിച്ചു കൊടുക്കുന്ന സ്ഥലം മാത്രമേ നമുക്ക് കാണിച്ചു കൊടുക്കൂ. അവർക്കത് പരിചയം ഉണ്ടാവില്ല. ഞാൻ ഇപ്രാവശ്യം ജോർദാനിൽ പോയി വഴി തെറ്റിയ വലിയ അനുഗ്രഹമായി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട്. അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു മഖബറ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നേരം വെളുത്തത് യുദ്ധത്തിന് കൊണ്ടുപോകുന്ന ആളുകൾക്ക് നേരം വെളുത്താൽ ഒരു കാരക്ക കൊടുക്കുക.
ഒരാൾക്ക് ഒരു കാര കൊടുക്കും, അയാൾ ഈമ്പിയിട്ട് അടുത്താൾക്ക് കൊടുക്കും, അയാൾ ഈമ്പി അടുത്ത 20-25 ആള് ഒരു കാരൊക്കെ തിന്നുക. ഇപ്പൊ യഷ്റബു അലൈഹ മിനൽ മായി, കുറച്ച് വെള്ളം കുടിച്ചാൽ ഇപ്പൊ യക്ഫീ ലിദാലിക്കൽ യൗമി, അന്നൊക്കെ അത് മതി, അന്ന് തീറ്റല്ല. അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ടാവുമല്ലോ. അതേതാ? മാരിഫത്ത്. അവർക്ക് മാരിഫത്താണ് അവരുടെ ഭക്ഷണം. മലക്കുകളുടെ ഭക്ഷണം സുബ്ഹാനല്ലാഹ് എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അത് മുഅ്മിനി ഔലിയാക്കന്മാരുടെ ഭക്ഷണമായിരിക്കും. അവർക്ക് ഭക്ഷണം അതായിരിക്കും. അപ്പൊ ഇതിന്റെ വർത്താനം അവർക്ക് അറിയില്ല. ഇതും ഒരു ബന്ധം ഉണ്ടാവില്ല. മറ്റേ കേങ്ങ അങ്ങനെ വലിയതോ മനസ്സിലായില്ല. കേങ്ങ വലിയതനുസരിച്ച് ഇങ്ങനെ പൂളന്റെ തറ പൊന്തും. തറ പൊന്തിയാൽ മഴക്കനുസരിച്ച് മണ്ണങ്ങനെ ഒലിച്ചു പോകും. മറ്റുള്ള മണ്ണൊക്കെ അവിടെ വന്ന് കൂടും. പിന്നെ കിളക്കുമ്പോ കൈക്കോട്ട് എടുക്കേണ്ടി വരും. എന്നാലും പൊട്ടാതോട് കിട്ടൂല. കൃഷിപ്പണി എടുക്കുന്നവരോടായി പറയണത്, അന്തം കുറച്ചെങ്കിലും ഉള്ളവരോട് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഭൂമിയിൽ നിന്ന് കേങ്ങ പൊങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മണ്ണ് പൊങ്ങും. പൊണ്ണവും മഴ പെയ്താൽ എന്ത് ചെയ്യും? മണ്ണൊലിച്ചു. മണ്ണ് നടക്കാൻ കഴിയില്ല, മണ്ണൊലിച്ചു പോകും. പിന്നെ വളരെ നേരിയ മണ്ണേ ഉണ്ടാവുള്ളൂ, പൊക്കിയാൽ കിട്ടും. ചിലപ്പോൾ മണ്ണ് പൂളക്കിഴങ്ങ് പൊങ്ങിയിട്ട് പൊങ്ങി മണ്ണ് പറ്റ ഒളിച്ചു പോയിട്ട് മഴ പെയ്യും. ചിലപ്പോൾ പൂളക്കിഴങ്ങ് വൃത്തിയാടും. അത് പിന്നെ ഉമ്മ വാപ്പ പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ലേശം മണ്ണ് അവിടെ മൂടാൻ മാത്രമേ മണ്ണിടും. അങ്ങനെ വരെ ഉണ്ടാവും. കിഴങ്ങിൽ അല്ലേ? ശരിയെന്നല്ലേ? കിഴങ്ങിൽ വലിയതാകാത്തിനോ ഉള്ള മണ്ണൊക്കെ മറ്റേ പൂളന്റെ മറ്റേ മണ്ണ് ഇവിടെ ഒന്ന് കൂടും. അതിനെ കൈക്കോട്ട് എടുക്കേണ്ടി വരും. എന്നാലും പൊട്ടുകയും ചെയ്യും. എന്നാലും കിഴങ്ങോട്ട് ഉണ്ടാവില്ല. മറ്റൊരു മണ്ണുമ്മ കളിയില്ല, ഉള്ള മണ്ണൊക്കെ ഒലിച്ചുപോയി. മണ്ണുമലവർക്ക് കളിയില്ല. ഓരോ കളി എന്തുമലാണ്? റൂഹ്മലാണ്. മണ്ണുമലവർക്ക് കളിയില്ല, റൂഹ്മലാണ് ഓരോ കളി. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളായ അള്ളാഹിന്റെ മുഅ്മിനീൻ, ആ മാരിഫത്താണ് അവരുടെ ഭക്ഷണം. അവരുടെ ഭക്ഷണം മാരിഫത്താണ്, അള്ളാഹിനെ പറ്റി ചിന്തിക്കലാണ്. അവർ സമ്പൂർണമായി അള്ളാഹ് എന്ന ചിന്തയിൽ ലയിക്കുക. അതാണ് അവരുടെ ഭക്ഷണം. അവർ അള്ളാഹ് ചിന്തയിൽ ലയിക്കുക. അതന്നെയാണ് അവരുടെ ഭക്ഷണം. അള്ളാഹു ബോധം നമുക്ക് തട്ടെ. അതൊരു ലദ്ദത്താണ്, അതൊരു ലദ്ദത്താണ്. ഒരു പരിധിയാണ് കിടക്കണ്ടേ? മനസ്സിലായില്ല? അതിന്റെ അങ്ങോട്ട് മനസ്സിലായില്ല. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ കുന്തത്ത് ചാടുന്നവന് കുന്തം കൊണ്ട് നമ്മൾ കയറ് കെട്ടിട്ട് ചാടും. ഒരു പരിധിയാണ് കടന്നിട്ടില്ലെങ്കിൽ ഇങ്ങടനെ ഓടും, തിരിഞ്ഞില്ല. ഒരു പരിധിയാണ് കടന്നിട്ടണം, എന്നാ പിന്നെ അങ്ങോട്ട് ചാടും. നമ്മളിപ്പോഴും ഇങ്ങോട്ട് ചാടുന്ന പരിധിയില, അങ്ങോട്ട് ചാടൂല. അങ്ങോട്ട് ചാടിയാ ജയിച്ച്, ഇങ്ങോട്ട് ചാടിയാ മനുഷ്യന്മാർ കൂക്കുകയും ചെയ്യും. മനസ്സിലായില്ല? കുന്തത്ത് ഒന്ന് പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾക്ക്? കുന്തത്ത് ചാടുക, കയറ് കിട്ടും, കുന്തത്തിൽ ചാടും. സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ? പറയ മാഷേ പോൾ വാൾട്ട് കുന്തത്ത് ചാടുക. അപ്പൊ നമ്മള് കുന്തത്ത് ചാടുമ്പോ അത് ഇവിടെ നിന്നാണ് കഴിഞ്ഞിട്ടണം. ഇപ്പൊ ഉച്ച വരെ സൂര്യൻ വീഴാണെങ്കിൽ കിഴക്കോട്ട് വീഴും. ഉച്ച കഴിഞ്ഞാലോ വീഴാണെങ്കിൽ പടിഞ്ഞാട്ടേ വീഴുള്ളൂ. മനസ്സിലായില്ല? ഉച്ച വരെ സമയത്തിനുള്ളിൽ സൂര്യൻ വീഴാന്ന് സങ്കല്പിക്കുക. എവിടേക്ക് വീഴുള്ളൂ? കിഴക്ക് ഭാഗത്തേക്ക് വീഴുള്ളൂ. കാരണം എന്റെ പരിധി കഴിഞ്ഞിട്ടില്ല. പരിധി കഴിഞ്ഞാൽ വീഴാണെങ്കിൽ അങ്ങോട്ടേ വീഴുള്ളൂ. ആ പരിധി കഴിഞ്ഞിട്ടണം. ഈ ദുനിയാവിന്റെ തഅല്ലുഖാത്തിന്റെ പരിധിയാണ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു എന്ന ലദത്തിലുണ്ടായി കിട്ടും. പിന്നെ അവിടെ ഈ ചിന്ത വരൂല. അതിനാണ് ആരിഫ് എന്ന് പറയുക. ആരിഫ് എന്ന് പറയൽ അതാണ്. അത് കോല ഉണ്ടാകലല്ല. കോല ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, താടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, കോല ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആരിഫായിരിക്കും. ആ കോലം ചെയ്യലൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആരിഫായിരിക്കും. കോലൊക്കെ ഉണ്ടാവും. എന്നാലോ ലൈറ്റ് ഓഫ് ആക്കിനനുസരിച്ച് തോന്നിയാസം ചെയ്യും. കരണ്ട് അടക്കൊന്ന് പോയാൽ പോലെ തോന്നിയാസം ചെയ്യും. കെരുതിക്കുട്ടിയാണെന്നില്ല, പവർ കട്ടുണ്ടോ തോന്നിയാസം കാട്ടും. എന്നാ നല്ല കോലം ഉണ്ടാവും. എന്റെ ദേഹത്തിന്റെ പിടുത്തത്തിലാ, മണ്ണിന്റെ പിടുത്തത്തിലാ. മറ്റേ ലദ്ദത്ത് ഉണ്ടായിട്ടില്ല. എന്നാ ഇവിടുത്തെ ഏത് മസലി അവനോട്ട് വേക്കൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മുഅ്മിനെ പടച്ചോനെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മെ കാക്കട്ടെ. യാസീനിലെ പഠിപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി പഠിക്കലാണ്. ആ പഠിപ്പല്ലാണ്ട് ലദ്ദത്ത് കുടുങ്ങിയാലോ പിന്നെ അള്ളാഹല്ലാത്ത ഒരു ചിന്ത ഉണ്ടാവില്ല. അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ട്, മനുഷ്യന്മാരുണ്ട്. ഇവിടെ കണറ്റങ്ങളുണ്ടായിരുന്ന ഒരാളുണ്ടല്ലോ, ആലിമൊന്നും ആയിരുന്നില്ലല്ലോ, പട്ടാളത്തിലായിരുന്നു. കണറ്റങ്ങളുണ്ടായിരുന്ന ആ പാപ്പയെ, പെരുമ്പാവൂർക്കാരന്. അവിടെ കണറ്റങ്ങളില്ലേ, അവിടെ
വെള്ളിയറമ്പ് കിണറ്റിങ്ങനെ ഉണ്ടായിരുന്നൊരു പാപ്പല്ലേ? വെള്ളിയറമ്പ് പണിട്ട് മുസ്തഫാജി അള്ളാനെ ആരിഫ്യങ്ങളിൽപ്പെട്ട ഒരാളായിരുന്നു, പട്ടാളക്കാരനായിരുന്നു, പട്ടാളത്തിൽ നിന്ന് വന്നതാ. ആ മനസ്സിലാവണില്ലേ? വെള്ളിയറമ്പത്തിൽ എത്ര ആളുകൾ, ഇത്ര മനുഷ്യന്മാർ. എന്നാ ഒരു വലിയ ഇൽമെന്ന് പഠിച്ച ഇൽമെന്ന് അവരുടെ കയ്യിലുണ്ട്. അള്ളാന്നുള്ള ചിന്തയിൽ അവരെ ലയിച്ചു. അവരൊരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു അത് നടത്തി കൊടുക്കും, ഒരു വർത്താനം പറഞ്ഞാൽ അള്ളാഹുത്തിൽ നടത്തി കൊടുക്കും. എന്തേ? അവര് അള്ളാഹു എന്ന രസം കുടുങ്ങിയവരാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ താല്പര്യം. ഇത് നമ്മൾ അള്ളാന്റെ മഅരിഫത്തിലേക്ക് നമ്മൾ പോകുകയാണ്. മഅരിഫത്താണ് ലദ്ദത്ത്. മഅരിഫത്ത് അള്ളാന്നുള്ള ചിന്തകട്ട് തലേക്കട് കയറണം. പടച്ചോനെ അള്ളാഹു ജല്ല ജലാലായ സുബ്ഹാൻ അത് നമുക്ക് നടത്തി തരട്ടെ. മുസ്തഫ റസൂലുള്ളാഹിന്റെ അനുയായികൾ അള്ളാഹുന്റെ റസൂലിന്റെ മുന്നിൽ ഈമാനോട് കൂടെ ഒരു സെക്കൻഡ് ഒരുമിച്ച് കൂടിയാൽ മതി. പിന്നെ ആരായി? പറകൂടി ഇപ്പൊ ആലിമല്ല, ആരായി? ഇൽമിൽ അവർക്ക് അങ്ങോട്ടും കൂടെ വ്യത്യാസമുണ്ട്. അറിവുള്ളവർ അറിവില്ലാത്തവരോട് ചോദിക്കണം. അപ്പോൾ ലാഹിരിയായ മസലകളിൽ അവരിൽ അറിവുള്ളവരുണ്ട്, പറയുടെ കുട്ടിയെ അറിവുള്ളവരുണ്ട്, അറിവില്ലാത്തവരുണ്ട്. എന്നാൽ അവർ മൊത്തം ആരിഫ്യങ്ങളാ, അവർ നീതിമാന്മാരാ. അവർ എന്റെ അസ്ഹാബ് മൊത്തം നീതിമാന്മാരാണെന്ന് മുസ്തഫ നബി പറഞ്ഞു. എന്റെ അസ്ഹാബ് ആക്രമണം ചെയ്യൂല, എന്റെ അസ്ഹാബ് നീതിമാന്മാരാണെന്ന് മുസ്തഫ നബി പറഞ്ഞു. എന്തുകൊണ്ട് നീതിമാന്മാരാണ്? അവർ ആരിഫ്യങ്ങളാ. ആരിഫ് നീതിമാനാവും. ആരിഫിനെ ഒരാൾ ആക്രമിക്കാൻ കഴിയില്ല. എന്റെ സ്വഹാബത്ത് നീതിമാന്മാരാണ്. അവർ നക്ഷത്രങ്ങളെ പോലെയാണ്. അല്ലേ? പറഞ്ഞില്ലേ? അവരിൽ ഏതൊരാളെ പിന്നാലെ കൂടിയാലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ഏതൊരാളെ പിന്നാലെ കൂടിയാൽ എന്ത് കിട്ടും? പറയണ കുട്ടിയെ ഹിദായത്ത്. എന്താ ഹിദായത്ത്? ഹിദായത്ത് എന്നാൽ ഫാത്തിഹയിൽ ഒരു ദിവസം 17 വട്ടം ചോദിക്കുന്നതാണ് ഹിദായത്ത്. അതാരെ പിന്നാലെ കൂടിയാൽ മതി? ഒരു പറയണ രാവിലെ വന്നിരുന്ന അന്തല്ലാതെ പറയാ ഒരു സ്വഹാബിന് പിന്നാലെ കൂടിയാൽ മതി. ഒരു സ്വഹാബിന് പിന്നാലെ കൂടിയാൽ മതി. ഒരു ദിവസം ഫാത്തിഹയിലായി അള്ളാഹിനോട് നമ്മള് 17 വട്ടം ചോദിക്കുന്നതാണ് എന്ത്? ഹിദായത്ത്. ഈ ഹിദായത്തിന് എന്ത് മതി? ഒരു സാധാരണ സ്വഹാബിയുടെ പിന്നാലെ കൂടിയാൽ മതി. ഒറ്റ സ്വഹാബിയെ പിൻപറ്റിയാൽ മതി. എന്തേ? അവർ ആരിഫ്യങ്ങളാ, തെറ്റിയൂല, അവർ നീതിമാന്മാരാ. അവർ പരസ്പരത്തോട്ട് പേക്കൂല എത്തിയൂല, അബദ്ധം പണയൂല എന്നല്ല. അബദ്ധം അവർക്കും പണയാ. അബദ്ധം പണയുന്നിട്ടില്ലെങ്കിൽ പണയാത്ത ഒരല്ല പണയുന്ന ഒരല്ല പിന്നിറക്കും. അബദ്ധം മനുഷ്യ സഹജ. മനസ്സിലാവില്ല, എന്താവൂല, ആസിൽ നിന്ന് പേക്കൂല. കാരണം എന്തേ? അവർ റൂട്ട് കയറിയോരാ, അവർ ആരിഫ്യങ്ങളാ. അവർക്ക് മഅരിഫത്ത് കിട്ടിയിട്ടുണ്ട്. ആരെ കയ്യിൽ കൈവച്ചപ്പോ? കാറയുടെ കുട്ടിയെ ആരെ കയ്യിൽ കൈവച്ചപ്പോ മുത്ത റസൂലുള്ളാഹിനെ നിങ്ങൾ തൊട്ടിട്ട് മുസ്ത റസൂലുള്ളാഹിനെ നിങ്ങൾ തൊട്ടാ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കൈമണത്ത് കൈവച്ചാൽ മതി. ലോകത്തെ എല്ലാ ആരിഫ്യങ്ങൾക്കും സയ്യിദാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈമാനോട് റസൂലുള്ളാഹിനെ മോത്തിക്കൊക്കിയാൽ മതി, ഓൻ ആരിഫാവും. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അതാണ് വിഷയം, അതാണ് മർമ്മം. ജല്ല ജലാലായ റബ്ബിനെ പറ്റി പഠിക്കലാണ് മർമ്മം. അതാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കി ഇതന്നെ ഈ വിഷയം. അവർക്ക് നാം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തു. ആ കപ്പൽ പോലെയുള്ള കപ്പൽ പിന്നെയും നിർമ്മിച്ചു കൊടുത്തു. മായർക്കപൂന അവർക്ക് യാത്ര ചെയ്യാവുന്നത്ര. എന്തുകൊണ്ട് സൃഷ്ടിച്ചു കൊടുത്തോ? അതിന് വേണ്ട എല്ലാ ഉരുപ്പടികളും നൽകി, അതിന്റെ സംവിധാനത്തെ കുറിച്ച് ബോധം നൽകി. എല്ലാത്തിന്റെയും ഖാലിഖ് ആരാ? അല്ലാഹു. പിന്നെ അടുത്തായത് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ നാം മുക്കിക്കളയുമായിരുന്നു. അപ്പോൾ അവര് ഏതൊരു അട്ടഹാസം അട്ടഹസിച്ചിട്ടും അവരെ നിലവിളിച്ചിട്ടും രക്ഷപ്പെടുത്താൻ ഒരാൾ ഉണ്ടാവുകയില്ല. അവരാകട്ടെ രക്ഷപ്പെടുത്തപ്പെടുകയുമില്ല. ആരും രക്ഷപ്പെടുത്താൻ വരില്ല, രക്ഷപ്പെടുത്തപ്പെടുകയുമില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലേ? മാസക്കണക്കിന് തെരഞ്ഞിട്ട് ബ്ലാക്ക് ബോക്സിൽ വെള്ളം കയറി ഇപ്പൊ ഏറ്റു കഴിഞ്ഞു എന്നപ്പോ പറഞ്ഞ് അറിയില്ല. അവസാനം എന്താ പറഞ്ഞ്? ആസ്ട്രേലിയൻ അധികാരികൾ പുറത്തുവിട്ട എന്താ? മലേഷ്യൻ വിമാനത്തിന്റെ ബാറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് എവിടെയാണെന്നുള്ളതും കിട്ടാതെ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ചെറിയ ചെറിയ സിഗ്നൽ കിട്ടിയിരുന്നു. അവസാനം അതും കിട്ടാതായി. ഇനിയിപ്പോ എവിടെ ബ്ലാക്ക് ബോക്സ് ഒന്നും
അറിയില്ല, ഒന്നും അറിയില്ല. ഇനി ഒരു നിർവാഹമല്ല. കഴിഞ്ഞ് എന്റെ അള്ള ഉദ്ദേശിച്ചെങ്കിൽ ആരും മുക്കും. അപ്പോൾ ആരെയും രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അവരാകട്ടെ രക്ഷപ്പെടുത്തപ്പെടുകയുമില്ല. അവരാരും രക്ഷപ്പെടുത്തൂല, അവരോട്ട് രക്ഷപ്പെടുകയുമില്ല. അള്ളാഹ് വിചാരിച്ചാൽ മതി, ഒരാളും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹ് വിചാരിച്ചാലോ തിരിച്ചുണ്ട്. അള്ളാഹു വിചാരിച്ച് എന്തും സംഭവിക്കുന്ന വെച്ചാൽ ഒന്നും സംഭവിക്കൂല. 1000 മീറ്റർ താഴ്ചയിലേക്ക് വീണ് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് 1.5 കൊല്ലം മുമ്പ്, ഓർമ്മല്ല നിങ്ങൾക്ക്? ബാംഗ്ലൂരിൽ വഴി വരികയാണ്. എങ്ങോട്ട്? അന്തം വേണ്ടേ? നിങ്ങൾ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും എന്താണ് തല്ലണത് നോക്കിയിരുന്നോളി. നിങ്ങൾ അള്ളാന്റെ ദൃഷ്ടാന്തനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്താ മനുഷ്യന്മാരെ, നിങ്ങൾ ഉമ്മൻചാണ്ടി പിണറായി അതൊന്നും മറക്കി, നിങ്ങൾ പടച്ച തമ്പുരാനെ പറ്റി ആലോചിക്കി. അത്തരം കാര്യം മനുഷ്യന്റെ മനസ്സിൽ പോകാൻ പാടില്ല. 1000 മീറ്റർ താഴ്ചയിലേക്ക് വീണില്ലേ? എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് വീണില്ലേ? ഇല്ലേ? ഓർമ്മല്ലേ? വീണില്ല എന്ന് പറഞ്ഞാൽ സ്പേസിൽ താഴോട്ട് വന്നോ, താഴത്തേക്ക് വീണില്ല. ആര് പിടിച്ച്? അല്ല പിടിച്ച്. വീണില്ല. ബാംഗ്ലൂരിൽ കഴിയുന്ന ഏരിയയിലാണ്. എന്റെ എയർ ബ്ലാങ്കാണ്. മനസ്സിലായില്ല? ഇത് പോകണമെങ്കിൽ എന്ത് വേണം? ഇത് പോകണമെങ്കിൽ കുട്ടിയെ എന്ത് വേണം? എയർ വേണ്ടേ? ഒരു സ്ഥലത്തെത്തിയപ്പോ അവിടെ എന്താണ്? എയർ ബ്ലാങ്കാണ്. എയർ ഇല്ല. ഇത് വീണ് 1000 മീറ്റർ അടിയിലേക്ക് വീണ്. 1000 മീറ്റർ പറഞ്ഞാല് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ വീഴ്ചയിലൊക്കെ വീണ പിന്നെ എന്തായിരിക്കും? പിന്നെ പോകല്ലേ ചെയ്യാ? ഇവിടെ പിടിച്ച് എന്താ പിന്നെ പോവല്ലോ, ഒന്നും പറ്റില്ലല്ലോ. പറ എന്റെ എന്നോ എന്നിട്ട് എങ്ങനെ റിപ്പോർട്ട് പോയി പറയും? എങ്ങനെ? എവിടെ എവിടെ എവിടെ? ഇറാനില്. തൂക്കാൻ വെച്ച് കയറത്ത്. അവസാന അതെ 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 അതെ. മുഖത്ത് മുണ്ടിട്ടിട്ടുണ്ട്, കയറിട്ടിട്ടുണ്ട്. മാപ്പെടുത്ത സുബ്ഹാന ജല്ല വഅല, സുബ്ഹാന മൻ ജല്ല വഅല. അല്ലാഹ് എന്താ റബ്ബ്? റബ്ബ് ആരാ? ആ റഹ്മത്തൊക്കെ എത്രയാ? അപ്പൊ ആ റബ്ബിന്റെ നോട്ട് എത്ര സെക്കൻഡ്? ഇനി അവിടെ എന്തേ ഉള്ളൂ? മരിക്കലല്ലേ ഉള്ളൂ. 1 സെക്കൻഡ് വേണോ? പഠിച്ചോനെ, അല്ലാഹു ആരാ? ഇല്ലാ റഹ്മത്തൻ മിന്നാ. നിങ്ങൾ രക്ഷപ്പെടുത്തപ്പെടുന്നത് ഇല്ലാ റഹ്മത്തൻ മിന്നാ, നമ്മളെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരാളും രക്ഷപ്പെടുകയില്ല. അല്ലാഹുമ്മ റഹ്മനാ യാ അല്ലാഹ്, اللهم ارحمنا يا الله، اللهم ارحمنا يا الله يا راحم المسلمين. إنا نسترحمك يا الله وإنا نستنصرك يا الله، فارحمنا يا الله وانصرنا يا الله. إنا عبيدك الفقراء وإنا عبيدك الأذلاء، فأعزنا فقونا يا الله يا راحم المساكين. آمين برحمتك يا أرحم الراحمين. അല്ലാഹുവിന്റെ റഹ്മത്താണ് മനുഷ്യന്മാരെ. 1 സെക്കൻഡ് മതിയല്ലോ. എല്ലാം അങ്ങനല്ലേ? നിങ്ങൾ എന്താ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്കായിട്ട് അപൂർവമായിട്ട് ഒന്ന് മനുഷ്യൻ പാഠത്തിന് വേണ്ടി എന്താണ് 1 സെക്കൻഡ്. ദുബായ് എയർപോർട്ടിലൊക്കെ ചെന്നാല് കൂട്ടിമുട്ടുന്ന ഉറപ്പായിട്ട് തോന്നും. എന്തുകൊണ്ടെന്ന് അറിയോ? ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിന്റെ ഇടയിൽ 1 മിനിറ്റ് 1.5 മിനിറ്റ്. ഡിപ്പാർച്ചർ അങ്ങനെയാണ്, ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. റൺവേയിൽ വന്നിട്ട് ഇങ്ങനെ ഇളകിയിട്ട് ക്ഷമല്ലാതെ നിൽക്കും പൈലറ്റുമാര്. മറ്റെടുക്കുമ്പോൾ ഇതെടുക്കും. റൺവേ കയറുമ്പോഴത്തെ നമുക്ക് വിചാരിച്ചോ മുട്ടൂല. ഇക്കാലം വരെ ഒന്നും മുട്ടിയിട്ടില്ലല്ലോ. ആലോചിക്ക്. ഇന്റർനാഷണൽ വലിയ എയർപോർട്ടല്ലേ? ലോകത്തെ ഇന്റർനാഷണൽ എയർപോർട്ടുകൾപ്പെട്ട ഒന്നാണ് ഏത്?
ദുബായ് എയർപോർട്ട് ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ഉണ്ടാവില്ല കേട്ടോ. 1 മിനിറ്റിന്റെ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും? ലാൻഡിങ് ഇങ്ങനെ നടക്കും. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ വന്നിറങ്ങുമ്പോഴത്തേനും മറ്റേ ഫ്ലൈറ്റ് ബാക്കിലുണ്ടാവും, അതിന്റെ ബാൽമൊക്കെ അടിച്ച മറ്റൊന്നുണ്ടാവും. ഇങ്ങനെ സ്പേസിൽ അവർക്ക് നിർത്താനും കഴിയില്ലല്ലോ. എന്താവണം? ഇത് ലാൻഡായി പോണ്ടേ? എൻ്റെ അടുത്ത് ടേക്ക് ഓഫ് അങ്ങനെ തന്നെ ബാക്കിൽ ഒന്നും പറ്റിയിട്ടില്ല. എന്തേ? നമ്മൾ പറയും റഡാർ നോക്കി കുറിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയാണ്. എന്ത് അമേരിക്ക എത്ര വിമാനത്തെയാണ് മറ്റേ ബർമുഡ ട്രയാങ്കിളിലേക്ക് വിട്ടത്? ഇന്ന് വരെ ഒരു പരിഹാരം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യന്റെ കഴിവാണെങ്കിൽ അവിടെ കാണണ്ടേ? മനസ്സിലായില്ല. ബർമുഡ ട്രയാങ്കിളിനെ പറ്റി അറിയില്ല. എത്ര ഫ്ലൈറ്റിനെ അവർ പറഞ്ഞയച്ചു, ഒക്കെ പോയി. ഒരു പരിചയം കഴിഞ്ഞാൽ പിന്നെ റഡാറിൽ ശൂന്യത, ഒന്നും കാണാനില്ല. ബർമുഡയിൽ എന്താണെന്ന് ഇപ്പോഴും അമേരിക്കക്ക് അറിയില്ല, ആർക്കും അറിയില്ല. അപ്പൊ ജല്ലജലാലായ റബ്ബിനെ പറ്റി പഠിക്കുക. അവിടെ നമുക്ക് ഖൽബിലേക്ക് മഅരിഫത്താണ് കയറുക. ഇപ്പൊ നമ്മൾ നന്നാവും. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. അള്ളാഹു മനസ്സ് തുറക്കുക. കുട്ടികളെ, സൃഷ്ടിയെ പറ്റി അല്ലടാ പഠിക്കേണ്ടത്. സൃഷ്ടിയെ പറ്റി പഠിക്കുകയാണെങ്കിൽ മുത്തറസൂലിനെ പറ്റി പഠിക്കുക, പിന്നെ ആ സ്രഷ്ടാവിനെ പറ്റി പഠിക്കുക. രണ്ടാളെ പറ്റി പഠിക്കാനുള്ളൂ. അതാര്? ഒന്ന് മുത്തറസൂലുള്ള, അവർക്ക് പറയുന്ന മുത്തറസൂലുള്ള, അള്ളാന്റെ മഹാവിജ്ഞാനം ലോകത്തെത്തിച്ച മുത്തറസൂലുള്ള, ലോകം കണ്ട മഹാത്ഭുതം മുത്തറസൂലുള്ള. ആ മുത്തറസൂലുള്ള പരിചയപ്പെടുത്തിയ ജല്ല ജലാലായ സുബ്ഹാനഹു. അത് പഠിക്കാനുള്ളൂ. പഠിച്ചാലും തീരൂല. അത്രയും വലിയ അത്ഭുതമല്ലേ? അള്ളാന്റെ ഹബീബിന് അത്ഭുതമല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു മുത്തഖീങ്ങൾ പെടുത്തട്ടെ. നമ്മളെ ദാറുൽ ഖുർആനിൽ പഠിച്ചിരുന്ന കുട്ടിയാണ് ബഹുമാനപ്പെട്ട ബിലാല്. എണീറ്റിരിക്കും മോനെ. അവന് 156 ദിവസം കൊണ്ട് ഖുർആൻ മനപ്പാടാക്കി. അള്ളാഹുവിൻ്റെ ഒരു ഫضല് കൊണ്ട് SSLCക്ക് മുഴുവനും വിഷയത്തിൽ A+ ആണ്. അള്ളാഹു ആ കുട്ടിക്ക് വലിയ ഭാവി കൊടുക്കട്ടെ. വലിയൊരു സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സ്കൂളിൽ തന്നെ A+ ഉള്ള കുട്ടി വേറെ ഒരാൾ, ഫുള്ള് വിഷയത്തിൽ A+ ഉള്ള വേറെ കുട്ടിയില്ല. അള്ളാഹിൻ്റെ ഒരു തൗഫീഖാണ്. ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാമിന് വലിയ ഇസ്സത്തായി അത് മാറി. അള്ളാഹു ദീനുൽ ഇസ്ലാമിന് അഭിമാനമുള്ള ഒരു കുട്ടിയായി അള്ളാഹു ആ കുട്ടിയെ മാറ്റട്ടെ. സമുദായത്തിന് അത്താണിയായ മനുഷ്യന്മാര് സമുദായത്തിൽ വളരെ ആവശ്യമായ ഒരു കാലമാണ്. അള്ളാഹു തആല നല്ല ഒരു കുട്ടിയാക്കി മാറ്റട്ടെ. സമുദായത്തിന് ഉപകാരമുള്ള മനസ്സ് തുറന്ന് പറയും. ഒന്നുണ്ടായാൽ മതി, ഒറ്റൊന്ന്. അത് നിങ്ങളെ മുതുകിലുണ്ടായി, എൻ്റെ മുതുകിലുണ്ടായി എന്നില്ല. ഒറ്റൊന്നുണ്ടായാൽ മതി. വറജുലുൻ മിനൽ കിറാമി ഇൻദനാ. ഒരു കുട്ടി ഉണ്ടായാൽ മതി, നമ്മുടെ സമുദായം രക്ഷപ്പെടും. ഒരാൺകുട്ടി വന്നാൽ മതി. ഒരാൺകുട്ടി ഇല്ലാതെ ആൺകുട്ടികളെ കോലത്തിൽ പലതുണ്ട്. ആൺകുട്ടി എന്ന സാധനത്തിനെ കാണാനില്ല, നാട്ടിൽ എവിടെയും കാണാനില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. ഒരാൺകുട്ടി ഉണ്ടായാൽ മതി, നമ്മുടെ സമുദായം രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു കുട്ടിക്ക് വലിയ ഭാവി കൊടുക്കട്ടെ. മനസ്സ് തുറന്ന് പറയും, അള്ളാഹു വലിയ ഭാവി കൊടുക്കട്ടെ. അള്ളാഹു നല്ല മോനാക്കി കൊടുക്കട്ടെ. അള്ളാഹു നല്ല കുട്ടിയാക്കി കൊടുക്കട്ടെ. യാ അക്റമൽ ഖൽഖി മാ ലിമൻ നലൂലു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ ഹമീമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി വലൻ യളീഖ റസൂലല്ലാഹി ജാഹുക ബി إلى الكريم تعال لا باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لدى
الحساب غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في الدارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحب صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنحت عذبات الباني ريح صبا وأطراب العيسى للعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وهاب عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدع أنت أمنا أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدع أنت منجينا ودام من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدع والحبيب العربي ارتكبت على الخطا غير حصر وعدك لك أشكو به يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدع والحبيب إننا نرجو إلهك سعولك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدع الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدع والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم بالسماء سيدي خير النبي الصلاة على النبي والسلام على
الرسول الشفيع الأبطحي والحبيب العربي صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا اللهم صل وسلم. الفاتحة. الحمد لله رب العالمين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم. بسم الله الرحمن الرحيم. قل هو الله أحد الله لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله الصمد لم يلد ولم يولد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس. കാല് പൊട്ടി പുതിയങ്ങാടിന്ന് വരണേ കോയക്കാൻ്റെ അടി തവലുണ്ട് കാല് പൊട്ടി വെള്ളിയാഴ്ച അടുത്തുള്ളൊരു സ്ത്രീ കാല് പൊട്ടിയത് പെട്ടെന്ന് മരിച്ചു. തങ്ങളെ പരിസരത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച 4 കുട്ടികളുടെ ഒരു സ്ത്രീ പെട്ടെന്ന് മരിച്ചുപോയി. എത്ര വയസ്സുള്ളതാ? 35. അള്ളാഹു ആ മഹദിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു മഹദിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു മഹദിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പുതിയ അങ്ങാടിയിൽ നിന്ന് തലക്കെട്ടി സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്ന ഒരാൾ കാല് പൊട്ടി കിടക്കാണ്. അള്ളാഹു തല ഷിഫ കൊടുക്കട്ടെ. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. ജോലി സംബന്ധമായ ഒരു കേസ് ഈ വരുന്ന 22-ാം തീയതി സുപ്രീം കോടതിയിൽ നടക്കുന്നു. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഒരു പഠിതാവ് അത്രയും ഗൗരവമായ വിഷയമായതുകൊണ്ടായിരിക്കുമല്ലോ അത് സുപ്രീം കോടതിയിൽ എത്തിയത്. അള്ളാഹു തആല അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ. അള്ളാഹു പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ. അള്ളാഹു മഈശത്ത് മുട്ടാതെ രക്ഷപ്പെടുത്തട്ടെ. അവരുടെ ജോലി അള്ളാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ. അവരെ പോലെ ആരൊക്കെ അതിൽ പ്രയാസത്തിലുണ്ട് ആ പ്രയാസം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹുവേ, ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. നീ ഞങ്ങൾക്ക് പുറത്തിരണമേ റബ്ബേ. ഞങ്ങളെ ഹൃദയത്തിന്റെ അറ നീ തുറന്ന് അതിലേക്ക് നിന്റെ മാരിഫത്ത് കയറ്റി തരണമേ റബ്ബേ. ഞങ്ങളെ റൂഹിനെ നീ പരിശുദ്ധമാക്കി തരണമേ റബ്ബേ. പരിശുദ്ധമായ റൂഹ് അള്ളാഹുവേ ഉള്ള മുഅ്മിനീങ്ങളിൽ അത്തരം റൂഹിന്റെ ആളുകളിൽ അർവാഹുള്ളവരിൽ ഞങ്ങൾ നീ പെടുത്തണമേ റബ്ബേ. ദുന്യവിയായ കദുറാത്തിൽ നിന്നും ദുന്യവിയായ വ്യവഹാരങ്ങളിൽ നിന്നും തസറുഫാത്തുകളിൽ നിന്നും ഞങ്ങളുടെ അതിന് മാത്രമുള്ള ചുറ്റിപ്പറ്റിയ നേട്ട പ്രവർത്തനത്തിൽ നിന്നും ഞങ്ങളെ റൂഹിനെയും ജസദിനെയും നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എന്നിട്ട് പടച്ചോനെ ഞങ്ങൾ നിന്റെ മാരിഫത്തിലും ആ മാരിഫത്ത് കൊണ്ടുവരുന്ന ലദ്ദത്തിലും ഞങ്ങളെ നീ ആക്കി തരണമേ റബ്ബേ. അള്ളാഹു അതിനെ ചിന്തിക്കാനും പഠിക്കാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അള്ളാഹുവേ, നീ ഹൃദയം നന്നാക്കി തന്നാലേ അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി. സദ്ർ നീ തുറന്നാൽ മാത്രമേ നിന്റെ നൂർ അതിൽ കയറുള്ളൂ. നീ ഞങ്ങളെ സദ്ർ തുറന്നു തരണമേ റബ്ബേ. നീ ഞങ്ങളെ സദ്ർ തുറന്നു തരണമേ റബ്ബേ. എത്രയോ നാടുകളിൽ നിന്ന് രാവിലെ ഞായറാഴ്ച നേരം വിട്ടാൽ ഇവിടെ ആളുകൾ വരുന്നത് എപ്പോഴെങ്കിലും ഹൃദയം ഒന്ന് തുറന്നു കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പടച്ചോനെ, ഹൃദയം തുറന്നു തരണമേ റബ്ബേ. ആ മാരിഫത്തിന്റെ ലദ്ദത്ത് നൽകണമേ റബ്ബേ. നിന്നെപ്പറ്റി ശുഗലാകുന്ന, നിന്നെ പഠിക്കുന്ന, നിന്നെപ്പറ്റി ചിന്തിക്കുന്ന, നിന്നിൽ വ്യാപൃതമാകുന്ന മനസ്സും ശരീരവും ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, തെറ്റിനോട് വെറുപ്പുള്ളവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഹറാമിനോട് വെറുപ്പുള്ളവരിൽ ഞങ്ങളെ പെടുത്തണമേ. ഹറാമിനോട് വെറുപ്പുള്ളവരിൽ ഞങ്ങളെ പെടുത്തണമേ. ഹറാമിനോട് വെറുപ്പുള്ളവരിൽ ഞങ്ങളെ പെടുത്തണം. ഹറാമിനെ ഭയം മാത്രമല്ല, ഹറാമിനോട് വെറുപ്പ് ഞങ്ങൾക്ക് നൽകണം റബ്ബേ. ഹറാമിനോട് ഞങ്ങൾക്ക് വെറുപ്പ് നൽകണം പഠിച്ചാൽ. ഹറാമിനോട് ഞങ്ങൾക്ക് വെറുപ്പ് നൽകണം റബ്ബേ. അല്ലാഹുവേ, നിന്റെ വാഫില് അതൊക്കെ വീട്ടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റബ്ബേ. നീ ഞങ്ങൾ നന്നാക്കി തരണം റബ്ബേ. അല്ലാഹുവേ, പ്രയാസമുള്ളവരുടെ പ്രയാസം തീർക്കണം റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണം റബ്ബേ. മരിച്ചവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണം റബ്ബേ. ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും മരിച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ, രോഗികൾക്ക് ശിഫ നൽകണം റബ്ബേ. കുട്ടികളൊക്കെ നന്നാക്കി തരണം റബ്ബേ. ഒരു പരീക്ഷാ വിജയം അറിഞ്ഞവരുണ്ട്, അവർക്ക് നല്ല ഉപരിപഠനം കൊടുക്കണം റബ്ബേ. ഞങ്ങളെ ബിലാലിനടക്കം അവർക്കൊക്കെ നല്ല ഉപരിപഠനം, നല്ല ഭാവി കൊടുക്കണം റബ്ബേ. വലിയ ഭാവി കൊടുക്കണം റബ്ബേ. സമുദായത്തിന്റെ മുന്നിൽ ദുനിയാവിന് വേണ്ടിയല്ല ആഖിറത്തെ ഓർമ്മപ്പെടുത്തി എണീറ്റ് നിൽക്കുകയും
അത് ജനങ്ങൾക്ക് പിന്തുടരാൻ പറ്റിയ ഒരു സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഇവരൊക്കെ ഉൾപ്പെടുത്തണമേ പഠിച്ചോനെ. ഞങ്ങളൊന്നും ഇവിടെ എന്നും ഉണ്ടാവില്ല പഠിച്ചോനെ. നിന്റെ ദീൻ ഇവിടെ ആത്മാർത്ഥമായി പറയുന്ന മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഞങ്ങളെ കുട്ടികളെ വളർത്തി തരണം. അവർ അതില്ലത്തിന് അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹി ലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫളലുല്ലാഹ്. അത്തരം ഫضൽ ഞങ്ങൾക്ക് മക്കൾക്ക് നീ നൽകണമേ റബ്ബേ. ഞങ്ങളെ പെൺകുട്ടികളെ നന്നാക്കി തരണം റബ്ബേ. വൃത്തികെട്ട മോശപ്പെട്ട വാർത്തകൾ കേൾക്കുന്നതിന് തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടമുള്ളവരാണ്, ഞങ്ങൾ വീട്ടിൽ തരണമേ റബ്ബേ. മഈശത്ത് തുറന്നു തരണം റബ്ബേ. കച്ചവടത്തിൽ ഏർപ്പാടിൽ ബറക്കത്ത് ചെയ്യണം റബ്ബേ. കാര്യങ്ങളൊക്കെ റാഹത്താക്കണം റബ്ബേ. അല്ലാഹുമ്മ അമർതനാ ബിദുആഇക اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك يا الله فأجبنا يا حي يا قيوم إنك على كل شيء قدير وبالإجابة جدير. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لآبائنا واغفر لأمهاتنا والذين سبقونا بالإيمان واجعلنا واجعلهم من ورثة جنة النعيم. توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل. بسم الله الرحمن الرحيم. الحمد لله.